വെൽക്കം ബിലവഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളോട് കൂടെ സൺഡേ സർവീസിൽ കൂടുന്നവർക്ക്, ഞങ്ങളെ ഓൺലൈനിൽ കാണുന്നവർക്ക് നിങ്ങൾക്ക് ഞങ്ങളെ നോക്കാവുന്നതാണ്. ഫേസ്ബുക്കിൽ ഞങ്ങളുടെ ഹാൻഡിൽ എന്ന് പറയുന്നത് @ബിലവഡ് സൺസ് ഓഫ് ഗോഡ് എന്നാണ്. നിങ്ങൾക്ക് ഞങ്ങളെ എഴുതി അറിയിക്കാവുന്നതാണ്. നിങ്ങൾ ബോംബെയിലാണ് താമസിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സഭയോട് കൂടെ ചേരാവുന്നതാണ്. ഇന്നത്തെ മെസ്സേജിൽ വായിക്കുന്ന എല്ലാ വചനങ്ങളും ഇതിന്റെ താഴെ ഒരു ലിങ്ക് ഉണ്ടാവും. അതിൽ ഒരു PDF ഫയലിൽ നിങ്ങൾക്ക് ഇന്ന് വായിക്കുന്ന എല്ലാ വചനങ്ങളും ലഭിക്കുന്നതാണ്. ഇന്ന് വളരെ അത്ഭുതകരമായ ഒരു മെസ്സേജാണ് ഞാൻ നിങ്ങളോട് കൂടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതിന്റെ മുഖ്യ ടൈറ്റിൽ എന്ന് പറയുന്നത് ഒരു പുത്രൻ ആന്തരിക സൗഖ്യത്തിന്റെയും വിടുതലിന്റെയും ആവശ്യമുണ്ടോ ഇല്ലയോ എന്നാണ്. ഈ മെസ്സേജിനെ ഞാൻ എടുക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, എത്ര പുതിയ പുത്രന്മാർ അവൻ തിരിച്ചറിവിൽ ഉണരുന്നോ അവർക്ക് അറിയാം അവർ സ്വർഗരാജ്യത്തിൽ പ്രവേശിച്ചിരിക്കുന്നു എന്ന്. ഇപ്പോൾ അവർ പിതാവിന്റെ പ്രിയ പുത്രന്മാരെന്ന് അറിയപ്പെടുന്നു. ഞാൻ ആഗ്രഹിക്കുന്നു ഈ മെസ്സേജ് അവർക്ക് വേണ്ടിയുള്ളതാണ്. ഇതിന് മുൻപ് സഭകളിലായിരുന്നു, പക്ഷെ അവരൊരു തന്നെത്താൻ മതത്തിൽ കണ്ടിരുന്നവർ. നമ്മൾക്ക് മനസ്സിലാക്കാം ഇതെല്ലാം നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന്. പുതിയ നിയമസഭയ്ക്ക് വേണ്ടി, ഒരു പുത്രന് വേണ്ടി നമുക്ക് കുറച്ച് വചനങ്ങൾ വായിക്കാം. പുതിയ നിയമസഭയ്ക്ക് വേണ്ടിയുള്ളത് ഞാൻ ആഗ്രഹിക്കുന്നു. എത്ര പുസ്തകങ്ങൾ അപ്പോസ്തല പ്രവൃത്തിക്ക് ശേഷമുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അത് പുതിയ നിയമസഭയ്ക്ക് വേണ്ടി എഴുതപ്പെട്ടിരിക്കുന്നതാണ്. ഞാനും നിങ്ങളും ഇപ്പോൾ പുനരുത്ഥാനത്തിന്റെ പുത്രന്മാരാണ്. യേശു മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റപ്പോൾ അവൻ അനേക സഹോദരന്മാർക്ക് മൂത്ത സഹോദരനായി. നിങ്ങൾ ഏത് ക്ഷണം വിശ്വസിച്ചോ അപ്പോൾ നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് വീണ്ടും ജന്മം ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് ആരും നിങ്ങളുടെ തിരിച്ചറിവിൽ നിങ്ങൾ വളരുമ്പോൾ നിങ്ങൾ ഈ ലേഖനങ്ങൾ അപ്പോസ്തല പ്രവർത്തികൾ, എഫേസ്യർ, ഗലാത്യർ നിങ്ങൾ വായിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിലെല്ലാം നമ്മൾ ക്രിസ്തുവിൽ ആരാണെന്നുള്ള തിരിച്ചറിവിനെ കുറിച്ച് പറയുകയാണ്. നിങ്ങൾക്കറിയാമോ, നമ്മൾ വിശ്വസിക്കുന്ന രീതി അത് നമ്മുടെ അനുഭവത്തിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ അനേക അനുഭവങ്ങൾ മാറുവാൻ തുടങ്ങും നിങ്ങൾ തിരിച്ചറിയുമ്പോൾ, നിങ്ങൾ ആരാണെന്ന് തിരിച്ചറിയുമ്പോൾ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞാൻ ഭാരതത്തിൽ യാത്ര ചെയ്യുകയായിരുന്നു. ഞാൻ അനേക സഭകളിൽ പോകുവാനിടയായി. അപ്പോൾ ഞാനൊരു സ്ത്രീയുടെ സാക്ഷ്യം കേൾപ്പാനിടയായി. അതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. കുറച്ച് അനുഭവങ്ങൾ ബലപ്പെടുന്നുള്ളത്, അവരുടെ ജീവിതത്തിൽ എങ്ങനെയാണ് മാറ്റം സംഭവിച്ചതെന്ന്. ഞാൻ ഉത്തരഭാഗത്തിലായിരുന്നപ്പോൾ, ഒരു സഭയിലായിരുന്നപ്പോൾ ഒരു സ്ത്രീയെ ഞാൻ കാണുവാനിടയായി. സാക്ഷ്യം പറയുന്ന സമയത്ത് അവരവരുടെ അനുഭവം പറയുകയായിരുന്നു. അവരെങ്ങനെയാണ് വളരെ പ്രശ്നങ്ങളിലൂടെ അവർ കടന്നുപോയതെന്ന്. അവരവരുടെ സാക്ഷ്യം പറഞ്ഞപ്പോൾ അവർ പറയാൻ ഇടയായി, ഈ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായപ്പോൾ അവർ ദൈവത്തോട് ചോദിക്കുവാനിടയായി, ദൈവമേ ഞാൻ എന്താണ് തെറ്റ് ചെയ്തത്? അവർ പറയാൻ തുടങ്ങി, ദൈവം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ അനേക ദുഃഖങ്ങളും പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്, അതിൽ നിന്ന് നമ്മളെ വിടുവിക്കാൻ വേണ്ടി. ഞാൻ ഇത് കേട്ടപ്പോൾ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. സഭയ്ക്ക് ശേഷം ഞാൻ ആ സ്ത്രീയുടെ അടുത്ത് പോയിട്ട് അവരോട് സംസാരിച്ചു. വചനത്തിൽ എഴുതിയിരിക്കുന്നു, നീ ഒരിക്കലും നിന്റെ കാൽ തട്ടി പോകുകയില്ല എന്ന്. സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നു, അവൻ നിന്നെ കുറിച്ച് നിന്റെ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ എല്ലാ വഴികളിൽ നിന്നെ കാക്കേണ്ടതിന്. ഇവിടെ നിങ്ങൾ നിങ്ങളെ തന്നെ കാണുകയാണ്, അവർ നിങ്ങളെ രക്ഷിക്കുന്നില്ല എന്ന്. നിങ്ങൾ പറയുകയാണ്, ദൈവമേ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന്. നിങ്ങൾ ചിന്തിക്കുകയാണ്, ഞാൻ എന്തെങ്കിലും വലിയ തെറ്റ് ചെയ്തത് കൊണ്ടാണ് എന്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നത് എന്ന്. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഈ അനുഭവങ്ങളെല്ലാം മാറും നിങ്ങൾ നിങ്ങളുടെ ചിന്തിക്കുന്ന രീതി മാറ്റുകയാണെങ്കിൽ. ഞാൻ അനേക പ്രാവശ്യം ആളുകളോട് പറഞ്ഞു, നിങ്ങളുടെ അനുഭവം വചനത്തോടു കൂടെ ഒരുമിച്ച് പോകുന്നില്ല എങ്കിൽ അങ്ങനെയുള്ള അനുഭവങ്ങളെ നിങ്ങൾ ഗ്രഹിക്കാതിരിക്കുക. വചനത്തിലൂടെ നിങ്ങൾ നിങ്ങളുടെ തിരിച്ചറിവുണ്ടാക്കുക. അപ്പോൾ നിങ്ങളുടെ അനുഭവങ്ങൾ മാറും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഞാൻ അവരോട് ചോദിച്ചു, വീണ്ടും വീണ്ടും ഈ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന്. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം അവരോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളെ തന്നെ കാണുന്ന രീതി മാറ്റുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഒരു പുത്രനാണ്. നിങ്ങളുടെ വീണ്ടും ജന്മം സ്വർഗത്തിൽ നിന്നാണ് ആയിരിക്കുന്നത്. വചനത്തിൽ നിങ്ങൾ വിശ്രമിക്കാൻ തുടങ്ങുമ്പോൾ അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളും മാറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ ഒരു ബിലവഡിന്റെ ഉള്ള ആള്, ഈ ബിലവഡിൽ വരുന്നതിന് മുമ്പ് അവർ വളരെയധികം സഭകളുടെ ഭാഗമായിരുന്നു. അവർ അലൻ മിനിസ്ട്രിയുടെ ഭാഗമായിരുന്നു. ഞാൻ കുറച്ച് പേരുകൾ എടുക്കാൻ ആഗ്രഹിക്കുന്നു, അതിലൂടെ നിങ്ങൾക്ക് സഹായം ലഭിക്കും. അലൻ മിനിസ്ട്രി എന്ന് പറയുന്നത് ആന്തരിക സൗഖ്യത്തെക്കുറിച്ചും വിടുതലിനെ കുറിച്ചും പ്രസംഗിക്കുന്ന സഭയാണ്. അവരെന്താണ് ചെയ്യുന്നതെന്നാൽ, അവർ നിങ്ങളോട് പറയും ഒരു ലിസ്റ്റ് ഉണ്ടാക്കാൻ, നിങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും തെറ്റുകളെ കുറിച്ച് ഒരു ലിസ്റ്റ് ഉണ്ടാക്കാൻ, നിങ്ങളുടെ പിതാക്കന്മാരുടെ ശാപങ്ങൾ അതിനെക്കുറിച്ചൊക്കെ എഴുതാൻ പറയും. അവർ ശാപങ്ങളെ പൊട്ടിച്ചുകൊണ്ടിരിക്കും. എനിക്ക് കാണാൻ സാധിച്ചു, ഇങ്ങനെയുള്ള ചിന്തയുടെ ഭാഗമായിരുന്നവരെല്ലാം വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ അവരെ തന്നെ ആക്കി തീർക്കുന്നത് കാണുവാൻ സാധിച്ചു. എന്തുകൊണ്ടെന്നാൽ അവർ ഒന്നിൽ നിന്ന് വിടുവിക്കപ്പെട്ട് വരുമ്പോൾ അവർ വലിയൊരു പ്രശ്നം വീണ്ടും അവർക്ക് വേണ്ടി ഉണ്ടാവുകയാണ്. ഇത് അവരുടെ വ്യക്തിപരമായ അനുഭവങ്ങളാണ്. ഈ വിടുതലിന്റെ സഭയോട് അവർ കൂടെ നിന്നപ്പോൾ അവർ രാജ്യത്തിന്റെ
തിരിച്ചറിവിലേക്ക്, പ്രിയ പുത്രന്മാർ എന്നുള്ള തിരിച്ചറിവിലേക്ക് വന്നപ്പോൾ ആ സമയത്ത് ബിലവഡിന്റെ സ്ഥാപനം നടന്നിട്ടില്ലായിരുന്നു. അതിന്റെ ഇടയ്ക്ക് അവർ അധികം സഭകളിൽ അവർ പോയിട്ടുണ്ട്, അനേക സഭകളിൽ. ഈ സഭ എന്ന് പറയുന്നത് ക്രൂശിൽ പൂർത്തീകരിച്ച കാര്യങ്ങളിൽ അടിസ്ഥാനപ്പെട്ടതല്ലായിരുന്നു. അതിന്റെ അർത്ഥം ഇതായിരുന്നു: അവരെ പഠിപ്പിക്കുന്നില്ലായിരുന്നു നിങ്ങളുടെ ഭൂതകാലവും വർത്തമാനകാലവും ഭാവി കാലത്തിന്റെ എല്ലാ പാപങ്ങളും ക്രൂശിൽ ആക്കപ്പെട്ടു എന്ന് അവരെ പഠിപ്പിക്കുന്നില്ലായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ദൈവപുത്രന്മാരാണെന്ന് അവരെ പഠിപ്പിക്കുന്നില്ലായിരുന്നു. എല്ലാ സിദ്ധാന്തങ്ങളും അവർ പഴയ നിയമസഭയിൽ നിന്ന് എടുത്തതായിരുന്നു. അവരിങ്ങനെയുള്ള വിടുതലിന്റെ സഭകളിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ അവരുടെ ആന്തരിക സൗഖ്യത്തിന് വേണ്ടി, വിടുതലിന് വേണ്ടിയിട്ട്, അപ്പോൾ അവരൊരു കാര്യം പറയാനിടയിൽ, പ്രിയ, ഒരു സമയമുണ്ടായിരുന്നു ഞാൻ സാത്താനെയും ദുഷ്ടാത്മാക്കളെയും കാണാൻ തുടങ്ങിയ ഒരു സമയമുണ്ടായിരുന്നു. എന്നോട് പറയുമായിരുന്നു, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ എഴുതുക, അംഗീകരിക്കുക, നിങ്ങൾ ആ ശാപങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പൊട്ടിച്ചുകൊണ്ടിരിക്കുക, നിങ്ങൾ കാണുന്നതിനെ പൊട്ടിക്കുക എന്ന് പറയുമായിരുന്നു. അവർ പറഞ്ഞു, ഞാൻ ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ദുഷ്ടാത്മാവും പിശാചും എന്റെ ജീവിതത്തിൽ അതിന്റെ പ്രഭാവം ഇടുന്നത് കാണുവാനിടയായി. അവർ ഒറ്റയ്ക്കായിരുന്നപ്പോൾ അവരുടെ വീട്ടിലെ പാത്രങ്ങൾ തന്നെത്താൻ പറക്കുന്നത്, തന്നെത്താൻ കഥ കടകുന്നത് ഒക്കെ ഉണ്ടാകുന്ന അനേക അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ടായി. അവരെന്നോട് പറഞ്ഞു, ഒരു സഭയിലായിരുന്നപ്പോൾ അവർ പ്രാർത്ഥിക്കാൻ പോയി. ഒരു സ്ത്രീയുടെ മുകളിൽ അവർ കൈവച്ച് പ്രാർത്ഥിച്ചു വിടുതലിന് വേണ്ടി. അവരുടെ ജീവിതത്തിൽ കുറച്ച് ദിവസത്തേക്ക് അവർക്ക് തന്നെത്താൻ ഉറങ്ങാൻ സാധിച്ചില്ല എന്ന്. ഈ അനുഭവങ്ങളെല്ലാം ജീവിതത്തിലായപ്പോൾ അവർ ചിന്തിക്കാൻ തുടങ്ങി, എന്റെ ജീവിതത്തിൽ ഭയങ്കര പ്രശ്നത്തിലായിരുന്നു, വീണ്ടും വീണ്ടും പ്രശ്നങ്ങളിലേക്ക് ഇതിലൂടെ അവർക്ക് വീണ്ടും പോകാൻ തുടങ്ങി. അനേക രോഗങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ടായി, ഒരു സർജറി അവരുടെ ജീവിതത്തിലുണ്ടായി. ഒരു സമയമായി ഇപ്പോൾ അവരുടെ സഭ പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം യേശുവിന്റെ മുമ്പിൽ വെക്കുക, അവന് ഇഷ്ടമുണ്ടെങ്കിൽ നിന്നെ സൗഖ്യമാക്കുമെന്ന്. എന്തുകൊണ്ടെന്നാൽ യേശു പറഞ്ഞു, ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും വളരെയധികം ജീവൻ ഉണ്ടാകാനായിട്ടാണ് വന്നത് എന്ന്. ഒരു സമയം ആ സമയമായപ്പോൾ അവർ ആ സഭകളിൽ പോകുന്നത് നിർത്തി. പിന്നെ ഒരു കാര്യം കൂടി അവർ പറഞ്ഞു, ഈ സഭയിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ അവരുടെ മകൻ ഇടയ്ക്കിടയ്ക്കെല്ലാം എപ്പോഴും അവന്റെ ജീവിതത്തിൽ ആക്സിഡന്റുകൾ ഉണ്ടായിക്കൊണ്ടിരുന്നു. അവൻ കളിക്കുകയായിരിക്കും കൂട്ടുകാരുടെ കൂടെ, വേറെ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവുകയില്ല, പക്ഷെ ഇവൻ അപകടമുണ്ടാവും. അവരവരുടെ എല്ലാ അവസ്ഥകളിലും ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിച്ചു. അവരൊരു കാര്യം മനസ്സിലാക്കി, 91-ാം സങ്കീർത്തനം അത് സത്യമാണ്, പക്ഷെ അത് അവരുടെ ജീവിതത്തിൽ അവർ കാണുന്നില്ല. പിന്നെ അവർ രോഗിയായപ്പോൾ, അവർക്ക് സർജറി ആയപ്പോൾ അവരുടെ സഭ പറഞ്ഞു, നമുക്ക് നോക്കാം, ദൈവത്തിന് ഇഷ്ടമാണെങ്കിൽ നിങ്ങളെ സൗഖ്യമാക്കുമെന്ന്. അവർ ആ സഭയിൽ നിന്ന് പുറത്തു വന്നു. അവർ വചനം മാത്രം ഏറ്റെടുത്തു. യേശു വന്നു എനിക്ക് ജീവൻ തരുവാൻ വേണ്ടി, സമൃദ്ധിയായ ജീവൻ എനിക്കുണ്ടാകാൻ വേണ്ടി. അവർ കുറച്ചു മാസം ഒറ്റയ്ക്കിരുന്നു. അവർ തന്നെത്താൻ വചനത്തിലൂടെ അവരെ നോക്കി. ഡോക്ടർമാർ അനേകം തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു, നിനക്കൊരിക്കലും ഒരു അമ്മയാവാൻ സാധിക്കയില്ല എന്ന്. പക്ഷെ അവർ അതൊന്നും ഗ്രഹിച്ചില്ല. അവർ സത്യത്തിൽ മാത്രം ഉറച്ചു നിന്നു. അവരുടെ സർജറി കഴിഞ്ഞു. അതിന് കുറച്ചു സമയത്തിന് ശേഷം അവർ ഞങ്ങളെ കാണുവാനിടയാക്കി തീർന്നു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെയുള്ള എല്ലാ സഭകളിൽ നിന്നും പുറത്തു വരേണ്ടത് ആവശ്യമാണ്. ജീവന്റെ പ്രസംഗം പ്രസംഗിക്കാത്തടത്ത് നിങ്ങൾ നിൽക്കരുതെന്ന്. അവർ ജീവന്റെ പ്രസംഗം പ്രസംഗിക്കുന്നില്ല എങ്കിൽ അവർ നിങ്ങളെ ദോഷത്തിലേക്ക് ആണ് തള്ളിവിടുന്നത്. അത് നമ്മളെ മരണത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഈ അനുഭവങ്ങളെല്ലാം എന്നോട് സംസാരിച്ചപ്പോൾ ഇതെല്ലാം എത്ര സത്യമായ കാര്യങ്ങളാണ്. അവരുടെ ജീവിതത്തിൽ ലഭിച്ച എല്ലാ അനുഭവങ്ങളിലൂടെയും ദൈവത്തിന്റെ വചനത്തിലുള്ളതൊന്നും അവർക്ക് വേണ്ടി ആമേനിലല്ല. ഒരു കാര്യം മാത്രം ഞാൻ അവരെ ഓർമ്മിപ്പിച്ചു, നിങ്ങൾ പുറത്തു വരിക, നിങ്ങൾ ആരാണ് എന്നുള്ളതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക, നിങ്ങൾ ദൈവത്തിന്റെ പുത്രനാണ്. ഞാനൊരു കാര്യത്തിനെതിരാണ്. ഏതെങ്കിലും ഒരു സഭ ക്രൂശിന്റെ പൂർത്തീകരിക്കപ്പെട്ട കാര്യങ്ങളെയും ജീവനെയും പഠിപ്പിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ആ സഭയിൽ നിന്ന് നിങ്ങൾ തന്നെ പുറത്തു വരിക. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് വചനത്തോടു കൂടെ നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുക. അതിലൂടെ നിങ്ങൾക്ക് പുതിയ നിയമത്തിന്റെ വാഗ്ദത്തങ്ങൾ പ്രാപിക്കാൻ സാധിക്കും. വീണ്ടും ഞാൻ അവരെ കാണുവാനിടയായി. കുറച്ചു മാസങ്ങൾക്ക് ശേഷം ആ ജീവന്റെ വിത്ത് അവരുടെ പ്രാണനിട്ടതിന് ശേഷം ഇപ്പോൾ അവർ സഭയിൽ പഠിക്കുവാനിടയായി എങ്ങനെയാണ് വിശ്രമിക്കേണ്ടത് എന്ന്. ആ പൂർത്തീകരിക്കപ്പെട്ട കാര്യങ്ങൾ യേശുക്രിസ്തു ക്രൂശിൽ ചെയ്തത്. അവരെ തന്നെ ദൈവത്തിന്റെ പ്രിയപുത്രനായി പറയാൻ തുടങ്ങി. ഇപ്പൊ ജീവന്റെ അനുഭവമുണ്ട്. അവർ കാണുവാനിടയായി ഭാവിയിലെയും പഴയതും പുതിയതുമായിട്ടുള്ള എല്ലാ പാപങ്ങളും അത് ക്രൂശിൽ യേശു എടുത്തുവെന്നും ഒരു കാര്യം അവരവരുടെ ജീവിതത്തിൽ കാണുവാനിടയായിത്തീർന്നു. ആ പഴയ ബുദ്ധിമുട്ടുള്ള അനുഭവങ്ങളെല്ലാം അവരുടെ ജീവിതത്തിൽ നിൽക്കുവാനിടയായി തീർന്നു. അതെല്ലാം മാറ്റപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ അവർ ദുഷ്ട ആത്മാക്കളെയും പിശാചിനെയും കാണുവാനിടയായിത്തീരുന്നില്ല. അവർക്ക് കാണുവാനിടയായി തീർന്നു. അവരുടെ ജീവിതത്തിൽ ഒരു സ്വർഗീയ സുരക്ഷ അവരുടെ മകന്റെ ജീവിതത്തിലും അവർക്ക് കാണുവാനിടയായി. വീണ്ടും അവർ കാണുവാനിടയായി തീർന്നു. എല്ലാ വാഗ്ദത്തങ്ങളും ബൈബിളിൽ അവരെ കുറിച്ചുള്ളത് അതെല്ലാം അവർക്ക് വേണ്ടി ആമേനിൽ അവർക്ക് വേണ്ടി പൂർത്തീകരിക്കപ്പെടുന്ന അവർ കാണുവാനിടയായി.
അവരൊരു വിശ്രമത്തിന്റെ അവസ്ഥയിലായപ്പോൾ അവരുടെ വേണ്ടി എല്ലാ വചനങ്ങളും ഹാ ആമേനില് പൂർത്തീകരിക്കപ്പെടുകയാണ്. ഇതിന്റെ അടിസ്ഥാനം എവിടെ നിന്നാണ്? എനിക്കറിയാം നിങ്ങളുടെ പിതാവ് പൂർവ്വ പിതാക്കന്മാരുടെ പാപങ്ങളെയും ശാപങ്ങളെയും ഓർമ്മപ്പെടുത്തി അത് പൊട്ടിക്കുമ്പോൾ അനേക ദുഷ്ട ആത്മാക്കൾ ശാപത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഉണ്ട് എന്ന് വചനത്തിൽ എഴുതിയിരിക്കുന്നു. യേശു ക്രൂശിൽ പോയപ്പോൾ, ക്രൂശ് എന്ന് പറയുന്നത് ഒരു ചിഹ്നമാണ്. നിങ്ങൾ ആ ചിഹ്നത്തെ മനസ്സിലാക്കുന്നില്ല എങ്കിൽ യേശുവിനെ നിങ്ങൾക്ക് മറ്റൊരു ദൈവത്തെ പോലെ മാത്രമേ കാണുവാൻ സാധിക്കൂ. അവൻ എന്നിൽ വലുതാണ്. പക്ഷെ ക്രൂശ് എന്ന് പറയുന്നത് അതിന്റെ തിരിച്ചറിവാണ്. അതൊരു ചിഹ്നമാണ്. യേശു ക്രൂശിൽ പോയപ്പോൾ ഞാൻ അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു. അവൻ അരിച്ചടക്കപ്പെട്ടപ്പോൾ ഞാൻ അടക്കപ്പെട്ടു. അവൻ ഉയർത്തെഴുന്നേറ്റപ്പോൾ ഞാനും അവനോട് കൂടെ ഉയർത്തെഴുന്നേറ്റു. എല്ലാ കാര്യങ്ങളും ബൈബിളിൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾ ഒരു പുതിയ സൃഷ്ടിയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ അവനോട് കൂടെ ഒരാത്മാവാണ്. ആദമിലൂടെ ഉണ്ടായിരുന്ന നമ്മുടെ രക്തത്തിലൂടെയുള്ള ബന്ധം അത് കട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ ദൈവം എൻ്റെ പിതാവാകുമ്പോൾ അവൻ എൻ്റെ പാപങ്ങളെ നോക്കുന്നില്ല. ഇപ്പോൾ ഇവരാരാണ് നമ്മുടെ പൂർവികരുടെ പാപങ്ങളുടെ ദോഷം നമ്മുടെ വിവേകത്തിൽ കൊണ്ടുവരുന്ന ഇവരാരാണ്? ഇത് വചനത്തിലൂടെയുള്ളതല്ല. വരും നമുക്ക് നമ്മുടെ ബൈബിൾ വചനത്തിൽ നിന്ന് നോക്കാം. നമുക്ക് അത് PDF-ലും നിങ്ങൾക്കത് കിട്ടും. എബ്രായർ 10-ാം അധ്യായം. നമുക്ക് ഈ വചനം വായിക്കാം. അതിനുശേഷം ഞാൻ നിങ്ങൾക്കിത് മനസ്സിലാക്കി തരാം. എന്തുകൊണ്ടെന്നാൽ ഇത് അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. എന്തുകൊണ്ടെന്നാൽ ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് വന്ന് അവരുടെ അനുഭവങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ തിരിച്ചറിവ് ഒരിക്കലും അവരുടെ അനുഭവത്തിനനുസരിച്ച് ഉണ്ടാക്കരുത്. അതുകൊണ്ട് ഞാൻ ഈ കാര്യം പറഞ്ഞിരുന്നു. ഈ ലോകം മുഴുവൻ ഒരു കാര്യം ചെയ്യുന്നുവെങ്കിലും അതൊരിക്കലും സത്യമാകണമെന്നില്ല. ചിന്തിച്ചു നോക്കുക. അവർ ദുഷ്ടാത്മാക്കളെ അവരുടെ ചുറ്റും കാണുമായിരുന്നു. പക്ഷെ ഒരു പ്രാവശ്യം അവർക്ക് ആ അറിവ് വന്നപ്പോൾ, അവർ പുത്രനാണെന്നുള്ളത് അറിഞ്ഞപ്പോൾ എല്ലാം മാറി. എല്ലാം അവരുടെ ജീവിതത്തിൽ പഴയ രീതിയിൽ, ഒരു നല്ല രീതിയിൽ വരുവാനിടയായി തീർന്നു. അവർക്ക് വീണ്ടും ഒരു കുഞ്ഞുകൂടി ഉണ്ടായി. ഡോക്ടർ അവരോട് ഒരു കുഞ്ഞുണ്ടാകില്ല എന്ന് പറഞ്ഞെടുത്ത് സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുന്നു. എബ്രായർ 10-ാം അധ്യായം. ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായക കൊണ്ട് ആണ്ടുതോറും ഇടവിടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല. അല്ലെങ്കിൽ ആരാധകർക്ക് ഒരിക്കൽ ശുദ്ധി വന്നതിന്റെ ശേഷം പാപങ്ങളെക്കുറിച്ചുള്ള മനോബോധം പിന്നെ ഇല്ലായക കൊണ്ട് യാഗം കഴിക്കുന്നത് നിന്നു പോകുകയില്ലയോ? ഇവിടെ നമ്മൾ പഴയ നിയമത്തെക്കുറിച്ച് പഠിക്കുകയാണ്. അവരെല്ലാ വർഷവും കാളകളുടെയും ആട്ടുകുറ്റന്മാരുടെയും ബലി അർപ്പിക്കുമായിരുന്നു. എന്തുകൊണ്ടെന്നാൽ അവർക്ക് പാപത്തിൽ നിന്ന് ശുദ്ധീകരണം ലഭിക്കുവാൻ വേണ്ടിയിട്ട്. പക്ഷെ മുന്നോട്ട് വായിക്കുക. ഇപ്പോഴോ ആണ്ടുതോറും അവയാൽ പാപങ്ങളുടെ ഓർമ്മ ഉണ്ടാകുന്നു. കാളകളുടെയും ആട്ടുകുറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. ആകയാൽ ലോകത്തിൽ വരുമ്പോൾ ഹനനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചില്ല. എന്നാൽ ഒരു ശരീരം നീ എനിക്കൊരുക്കിയിരിക്കുന്നു. സർവാംഗ ഹോമങ്ങളിലും പാപയാഗങ്ങളിലും നീ പ്രസാദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു. പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് അവൻ പറയുന്നു. ന്യായപ്രമാണ പ്രകാരം കഴിച്ചു വരുന്ന യാഗങ്ങളും വഴിപാടും സർവാംഗ ഹോമങ്ങളും പാപയാഗങ്ങളും നീ ഇച്ഛിച്ചില്ല, അവയിൽ പ്രസാദിച്ചതുമില്ല എന്നിങ്ങനെ പറഞ്ഞ ശേഷം, ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ രണ്ടാമത്തേതിനെ സ്ഥാപിപ്പാൻ, ഇവിടെ ഇത് ശ്രദ്ധയോടെ വായിക്കുക, അവൻ രണ്ടാമത്തേതിനെ സ്ഥാപിപ്പാൻ ഒന്നാമത്തേതിനെ നീക്കിക്കളയുന്നു. ഇതിവിടെ ഉടമ്പടിയെക്കുറിച്ച് ഇവിടെ എഴുതിയിരിക്കുന്നു. ആ ഇഷ്ടത്താൽ നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ഈ ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇതിന്റെ അർത്ഥം നിങ്ങളുടെ എല്ലാ പാപങ്ങളും ഭൂതത്തിലും വർത്തമാനകാലത്തിലും ഭാവിയിലുമുള്ളത് അതെല്ലാം യേശുവിന്റെ ശരീരത്തിൽ ഒന്നായി തീർന്നു ഒരു പ്രാവശ്യത്തേക്ക്. മുന്നോട്ട് എഴുതിയിരിക്കുന്നു, ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചുകൊണ്ട് നിൽക്കുന്നു. യേശുവോ, ആരാണ് യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലതുഭാഗത്തിരുന്നു കൊണ്ട് തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠമാകുവോളം കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ ഒരേ ശരീരയാഗത്താൽ അവരെ വിശുദ്ധീകരിക്കേണ്ടതിന്, ആരെ? വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. മുന്നോട്ട് വായിക്കാം. അത് പരിശുദ്ധാത്മാവും നമുക്ക് സാക്ഷീകരിക്കുന്നു. ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ അവരോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു, എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും എന്ന് കർത്താവിന്റെ അരുളപ്പാട് എന്ന് അരുളി ചെയ്ത ശേഷം അവരുടെ പാപങ്ങളെയും അകൃത്യങ്ങളെയും ഞാൻ ഇനി ഓർക്കുകയുമില്ല എന്ന് അരുളി ചെയ്യുന്നു. അവരുടെ പാപങ്ങളെയും അകൃത്യങ്ങളെയും ഞാൻ ഇനി ഓർക്കയില്ല.
നമ്മുടെ പാപങ്ങളെയും അകൃത്യങ്ങളെയും ദൈവം ഓർക്കുന്നില്ല എങ്കിൽ ആരാണവർ നമ്മുടെ പാപങ്ങളെ കെട്ടാൻ വേണ്ടി, നമ്മുടെ പിതാക്കന്മാരുടെ പൂർവന്മാരുടെ പാപങ്ങളെ കുഴിച്ചിടാൻ വേണ്ടി, അതിന്റെ പശ്ചാത്താപത്തെക്കുറിച്ചും അംഗീകരിപ്പിക്കാൻ വേണ്ടി വരുന്നവർ? മുന്നോട്ട് നോക്കുക. അവരുടെ പാപങ്ങളെ അകൃത്യങ്ങളെ ഞാൻ ഇനി ഓർക്കുകയുമില്ല എന്നരുളി ചെയ്യുന്നു. എന്നാൽ ഇവയുടെ മോചനമുള്ളയിടത്ത് ഇനിമേൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ആവശ്യമില്ല. ഇതിന്റെ ഹിന്ദിയുടെ HSS വേർഷൻ കൂടെ നമുക്ക് നോക്കാം. അവർ മുന്നോട്ട് പറയുകയാണ്, അവരുടെ പാപങ്ങളുടെയും അകൃത്യങ്ങളുടെയും കാര്യം ഞാൻ ഒരിക്കലും ഓർക്കുകയുമില്ല, ഓർമ്മയിൽ വെക്കുകയില്ല. ഈ വിഷയത്തിൽ പാപത്തിന് ക്ഷമയുണ്ട്. അവിടെ പാപത്തിന് വേണ്ടി ഒരു യാഗത്തിന്റെയും ആവശ്യമില്ല. വചനം പറയുകയാണ്, നിങ്ങളുടെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, ഇനി അവൻ അതിനെ ഓർക്കയില്ല എങ്കിൽ പിന്നെ ആരാണ് ഇപ്പോൾ നിങ്ങളുടെ വാതിൽക്കൽ മുട്ടി പറയുകയാണ്, നോക്ക് നിങ്ങളുടെ പാപം, നിങ്ങളുടെ പിതാക്കന്മാരുടെ പാപം ഓർമ്മപ്പെടുത്തി നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾക്ക് ഇതുകൊണ്ടാണ്, ഈ പാപങ്ങൾ കൊണ്ടാണ് ഈ മോശമായ സമയം നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നതെന്ന്. അതാരാണ്? അത് പിതാവിന്റെ ശബ്ദമല്ല, അത് പരിശുദ്ധാത്മാവിന്റെയും ശബ്ദമല്ല. എങ്ങനെ അവരുടെ ജീവിതത്തിൽ എല്ലാ അവസ്ഥകളും മാറി? എന്തുകൊണ്ടെന്നാൽ അവർ ഉണർത്തപ്പെട്ടു, ആ സത്യം അവരിലേക്ക് എത്തി, ആ സത്യം അവരെ സ്വതന്ത്രമാക്കി. ഇപ്പോൾ സാത്താൻ ഒരിക്കലും പെട്ടെന്നൊരു അവരെ ആക്രമിക്കാൻ സാധിക്കുകയില്ല. എന്തുകൊണ്ടെന്നാൽ ആ പുത്രൻ തിരിച്ചറിഞ്ഞു, അവരുടെ യഥാർത്ഥ തിരിച്ചറിവിൽ അവർ ഉണർന്നു കഴിഞ്ഞു. അവർ അതിനെ വിശ്വസിക്കുന്നതിനനുസരിച്ച് എല്ലാ അനുഭവങ്ങളും അവർക്ക് വേണ്ടി അത് സത്യമായിക്കൊണ്ടിരുന്നു. മുന്നോട്ട് നമുക്ക് വായിക്കാം 19-ാം വാക്യം. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശത്തിന് ധൈര്യവും ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളത് കൊണ്ട്, തന്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടി അവൻ തന്റെ ശരീരത്തിലൂടെ നമ്മൾക്ക് വേണ്ടി അവൻ അഭിഷേകം ചെയ്തു. നമ്മൾ ചെയ്യാൻ ആഗ്രഹിച്ചത്, നമ്മുടെ ശരീരത്തിൽ പാപത്തിലൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കാഞ്ഞത് യേശു നമുക്ക് വേണ്ടി പൂർത്തീകരിച്ചു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ഇപ്പോഴത്തെ ജീവൻ നമ്മൾ വിശ്വാസത്തിന്റെ ജീവിതം ജീവിക്കേണ്ടതിന്. അതുകൊണ്ടാണ് നമ്മുടെ വീണ്ടും ജനനം, അത് വിശ്വാസത്തിലൂടെയാണ് വീണ്ടും ജനനം നമ്മൾ പ്രാപിച്ചിരിക്കുന്നത്. വിശ്വാസത്തിലൂടെ നമ്മൾ നീതിമാന്മാരാണ്. ആ നീതീകരണം നമ്മൾ ക്രിസ്തുവിലൂടെയാണ് നമ്മൾക്ക് ലഭിക്കുന്നത്. വിശ്വാസത്തിലൂടെ മാത്രമേ നമുക്ക് ആ നീതീകരണം നമുക്ക് ലഭിക്കുകയുള്ളൂ. എത്രയധികം നമ്മളിൽ നിന്ന് ആ പാപത്തെ ബോധം നമ്മളിൽ നിന്ന് പോകുന്നോ, എത്രയധികം നിങ്ങളെ തന്നെ ദോഷം നിരൂപിക്കുന്നത് എത്രയധികം കുറയുന്നുവോ, അത്രയധികം നിങ്ങളിലേക്ക് സ്വർഗത്തിൽ നിന്ന് ആരോഗ്യകരമായ ഒരു ജീവിതം നിങ്ങളിലേക്ക് വരുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എപ്പോഴും ഒരു കാര്യം ഓർമ്മ വയ്ക്കുക, ദോഷം നിരൂപിക്കുന്ന ഹൃദയം, ദോഷം പറയുന്ന ഹൃദയം, അത് ആരോഗ്യകരമായ ഒരു ജീവിതത്തിൽ നിന്ന് നിങ്ങളെ ദൂരത്തേക്ക് കൊണ്ടുപോകും. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ നിങ്ങളിൽ ഒരു നീതിബോധമുണ്ട്. നിങ്ങൾ ഉണരുകയാണ്. ഇപ്പോൾ നിങ്ങൾ മരണമല്ല, നിങ്ങൾ ദോഷിയല്ല, നിങ്ങൾ ഒരു കുറ്റവാളിയല്ല. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കത്തില്ല, ഇനി എന്തെങ്കിലും എനിക്ക് ദോഷം ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയില്ല. ഇപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടെന്നാൽ ജീവൻ കൊടുക്കുന്ന ഒരു ആത്മാവാണ്. എല്ലാം ആ വിശ്രമത്തിന്റെ സ്ഥാനത്താണ്. ഡോക്ടർ അവരോട് പറഞ്ഞു നിങ്ങൾക്ക് കുഞ്ഞുണ്ടാകുകയില്ല എന്ന്. പക്ഷെ അവർക്ക് ആരോഗ്യമുള്ള ഒരു കുഞ്ഞ് ഉണ്ടായി. അവരുടെ എല്ലാ അനുഭവങ്ങളും മാറുന്നത് അവർക്ക് കാണുവാൻ സാധിച്ചു. മുന്നോട്ട് നമുക്ക് വായിക്കാം. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പൊതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസ്സാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ എന്തെങ്കിലും തെറ്റ് നിങ്ങളുടെ ശരീരത്തിൽ വസിച്ചുകൊണ്ട് ചെയ്താൽ നിങ്ങളുടെ ഹൃദയം നിങ്ങളെ കുറ്റം വിധിക്കും. അതുകൊണ്ട് നമ്മൾ ആ നന്മ തിന്മകളെ കുറിച്ചുള്ള വൃക്ഷത്തിന്റെ ഫലം കഴിച്ചു, അത് നമ്മളെ ദോഷം നമ്മളെ പറയും, കുറ്റം വിധിക്കും. അതുകൊണ്ട് വചനത്തിൽ എഴുതിയിരിക്കുന്നു, ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി. അപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓർമ്മപ്പെടുത്തും, നിങ്ങൾ ദൈവത്തിന്റെ പുത്രനാണ്. ഇപ്പോൾ ക്രിസ്തുവിൽ നമ്മൾ പിതാവിന്റെ നീതീകരണമാണ്, നീതിയാണ്. എത്രയധികം നിങ്ങളെ തന്നെ പുത്രന്റെ തിരിച്ചറിവിൽ കാണാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്കൊരു രാജാവിനെ പോലെ കാണാനിടയാവും. വളരെയധികം ആൾക്കാർ ഇപ്പോഴും മൂർഖമായ കാര്യങ്ങൾ ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ അവരിപ്പോഴും തെറ്റായ അവസ്ഥയിലാണ് പോകുന്നത്. സത്യം അറിയാത്തവരെ കൂടെ അവർ ഭ്രമിപ്പിച്ചു കളയുകയാണ്, നിങ്ങൾ ഇപ്പോഴും പാപികളാണ് എന്ന് പറഞ്ഞ്. അവർക്ക് പിന്നെയും അവർക്ക് തന്നെ കുറ്റബോധം തോന്നുകയാണ്. അവർ വീണ്ടും രോഗികളായി തീരുന്നു.
എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. തുടക്ക ദിവസത്തിൽ ഞാൻ ക്രിസ്തുവിൽ വളർന്നുകൊണ്ടിരുന്നപ്പോൾ യേശു ഒരിക്കലും എന്നോട് പറഞ്ഞില്ല നീ ഒരു പാപിയാണെന്ന്. പക്ഷെ ഞാനൊരു ചർച്ചിൽ പോയപ്പോൾ അവിടെ എന്നോട് പറഞ്ഞു, അവിടെ എനിക്ക് പാപബോധം ഉണ്ടാവാനിടയായി. ആരോ എനിക്കൊരു പുസ്തകം തന്നു, ഡയറക്ട് പ്രിൻസിലൂടെയുള്ള അനുഗ്രഹവും ശാപവും എന്നുള്ള പുസ്തകം. ഞാൻ അത് വായിച്ചപ്പോൾ അനേകം സാത്താനെ ഞാൻ കാണാൻ തുടങ്ങി. വീണ്ടും ഞാൻ സാത്താന്റെ കുറിച്ചുള്ള തിരിച്ചറിവിലായിരുന്നു. ദൈവം കുറിച്ചുള്ള തിരിച്ചറിവിനെ കഴിഞ്ഞ് അധികം ഞാൻ പിശാചിനെ കുറിച്ചുള്ള തിരിച്ചറിവിൽ അധികം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. പിന്നെ ഒരു ശബ്ദം എനിക്ക് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നു, ഇത് ശരിയല്ല എന്ന്. പരിശുദ്ധാത്മാവിനെ സത്യത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ തുടങ്ങി. യേശു എനിക്ക് വേണ്ടി ശാപമായി തീർന്നു. ആൾക്കാർ ഈ ബൈബിളിലുള്ള ഈ ഭാഗങ്ങൾ അവർ വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവർ പഴയത് പഠിക്കുന്നു, വായിക്കുന്നു, എന്നിട്ട് അതേപോലെ അവരുടെ അനുഭവങ്ങളും ഉണ്ടായിത്തീരുന്നു. ആത്മാവിന്റെ മേഖലയിൽ അവർ വളരെ സന്തോഷത്തിലാണ്. അവർ തന്നെത്താൻ അംഗീകരിക്കുകയാണ്, തന്നെത്താൻ കുറ്റം വിധിക്കുകയാണ്. പിന്നെ നിങ്ങളുടെ അവസ്ഥകൾ ഭയങ്കര ദുഷ്കരമായി തീരുന്നു. അലൻ മിനിസ്ട്രിയിൽ ഒരു സാക്ഷ്യം ഞാൻ കേൾക്കാനിടയായി, ഒരു സ്കിൻ ഡിസീസിനെ കുറിച്ച്. ആ രോഗം വീണ്ടും വളരെയധികം ശക്തിയോടെ അവർക്ക് വരുവാനിടയായി. അവർ പറയുകയാണ്, നിങ്ങളത് ഏറ്റുപറയുക എന്ന് പറയുന്നു. ഏറ്റുപറയുന്നതിലൂടെ എന്താണ്? നമ്മുടെ ഹൃദയം ചിലപ്പോൾ നമ്മുടെ കുറ്റം വിധിക്കുന്നില്ലായിരിക്കാം. അവർ ചിന്തിക്കുകയാണ് എനിക്ക് സൗഖ്യം ലഭിച്ചുവെന്ന്, ക്ഷമിക്കപ്പെട്ടുവെന്ന്, എന്തെങ്കിലും ലഭിക്കുമായിരിക്കാം. പക്ഷെ വീണ്ടും വീണ്ടും അവരുടെ ഹൃദയത്തിലേക്ക് ഒരു കാര്യം വരികയാണ്. ദുഷ്ടൻ അവരുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരികയാണ്, നിങ്ങൾ ഇതുവരെ ഈ പാപത്തെ ഏറ്റു പറഞ്ഞില്ല. വീണ്ടും വീണ്ടും ആ ചക്രത്തിൽ കിടന്നവർ കറങ്ങുകയാണ്. അവസാനം അവർക്ക് വിജയം ലഭിക്കുന്നതുമില്ല. പക്ഷേ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. അതൊരിക്കലായിട്ട് അത് എന്നേക്കുമുള്ളതായിരിക്കും. ഈ കാര്യം അറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാ പാപങ്ങളും, നിങ്ങളുടെ ഭൂതകാലത്തിലുള്ളതെല്ലാം യേശു ക്രൂശിലെടുത്തു. ഇപ്പോൾ ഒരു കാര്യങ്ങളും പാപം ചെയ്യുന്നത് കൊണ്ടല്ല. നിങ്ങൾ ക്രിസ്തുവിലാണ് എങ്കിൽ നിങ്ങൾ പാപിയല്ല. നമ്മൾ ക്രിസ്തുവിലല്ല എങ്കിൽ നിങ്ങൾ പാപിയാണ്. മനുഷ്യർ നമ്മുടെ ശരീരത്തെയാണ് നോക്കുന്നത്, പക്ഷെ ദൈവം നമ്മളുടെ ആത്മീയ തിരിച്ചറിവിനെയാണ് നോക്കുന്നത്. എല്ലാം മാറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ സാഹചര്യങ്ങൾ മാറുന്നത് കാണാൻ സാധിക്കും. ആ സ്ത്രീയുടെ അനുഭവത്തിലും അതാണ് സംഭവിച്ചത്. അവർ എത്രയധികം ആ സത്യം കേട്ടോ, അത് കേൾക്കും തോറും ഞാൻ അവരോട് പറഞ്ഞു, അങ്ങനെയുള്ള ജീവനില്ലാത്ത സഭയിൽ നിങ്ങൾ വെളിയിൽ വരിക എന്ന് പറഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവൻ ഇല്ലാത്തടത്ത് ക്രിസ്തുവില്ല. അവർ മരണത്തിലാണ്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ശരീരത്തിലാണ് എങ്കിൽ നിങ്ങൾക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കുകയില്ല. ആത്മാവിലാവേണ്ടത് വളരെ ആവശ്യമാണ്. പിതാവിനെ ആരാധിക്കേണ്ടവർ അവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. ഇപ്പോൾ ആ സ്ത്രീക്ക് വേണ്ടി എല്ലാ വാഗ്ദത്തങ്ങളും എങ്ങനെയാണ് വചനം കേൾക്കുന്നതിലൂടെ, അത് അറിയുന്നതിലൂടെ, അവരൊരു പുത്രനാണ് എന്ന് അറിയുന്നതിലൂടെ, ആ സത്യം അറിയുന്നതിലൂടെ എല്ലാ അനുഭവങ്ങളും മാറി മറിയുന്നത്, എല്ലാ വാഗ്ദത്തങ്ങളും ആമേനിൽ ആയിത്തീരുകയാണ്. ക്രിസ്തുവിൽ നിങ്ങൾ എത്രയധികം നിങ്ങളുടെ തിരിച്ചറിവിൽ നിങ്ങൾ ഉണരാൻ തുടങ്ങുന്നുവോ, അപ്പോൾ എല്ലാ സൃഷ്ടികളും മനസ്സിലാക്കാൻ തുടങ്ങും നിങ്ങൾ ദൈവപുത്രനാണ് എന്നുള്ളത്. നമുക്ക് വായിക്കാം 1 യോഹന്നാൻ 3:18. കുഞ്ഞുങ്ങളെ, നാം വാക്കിനാലും നാവിനാലുമല്ല പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കുക. നാം സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നവരെന്ന് ഇതിനാൽ അറിയും. ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നുവെങ്കിൽ ദൈവം നമ്മുടെ ഹൃദയത്തെക്കാൾ വലിയവനും എല്ലാം അറിയുന്നവനുമെന്ന് നമ്മുടെ ഹൃദയത്തെ അവന്റെ സന്നിധിയിൽ ഉറപ്പിക്കാം. എഴുതിയിരിക്കുന്ന ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നുവെങ്കിൽ നിങ്ങൾ അറിയുക, ദൈവം നമ്മുടെ ഹൃദയത്തെക്കാൾ വലിയവനും എല്ലാം അറിയുന്നവനും ആകുന്നു. പ്രിയമുള്ളവരെ, ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാഗൽഭ്യമുണ്ട്. അതെന്തുകൊണ്ടാണ്? ചിലർക്ക് ചോദിക്കുമ്പോൾ തന്നെ ലഭിക്കുന്നു, ചിലർക്ക് കിട്ടുന്നില്ല. അത് എന്താണ് അതിന്റെ വ്യത്യാസം? അത് കുറ്റം, ദോഷം നിരൂപിക്കുന്ന ഹൃദയമാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഇപ്പോൾ നിങ്ങളെ കുറ്റം വിധിക്കുന്നില്ല. നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് വായിക്കുമ്പോൾ എഴുതിയിരിക്കുകയാണ്, അവൻ നമ്മെ ഓർമ്മപ്പെടുത്തും നമ്മൾ ക്രിസ്തുവിൽ പിതാവിന്റെ നീതിയാണ് എന്ന്. റോമർ 6-ാം അധ്യായം. ആകയാൽ നാം എന്തു പറയേണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ? ഒരു നാളും അരുത്. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അല്ല, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളായി തീരുവാൻ സ്നാനമേറ്റിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. നമ്മൾ അറിയുന്നു നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശീകരിക്കപ്പെട്ടു. ഇതുകൊണ്ടെന്നാൽ പാപത്തിന്റെ ശരീരം അത് വ്യർത്ഥമായി തീരുവാൻ വേണ്ടി നിങ്ങളുടെ പഴയ മനുഷ്യനെ അവനോടുകൂടെ ക്രൂശീകരിച്ചു.
പരിശുദ്ധാത്മാവ് ഒരിക്കലും മരിച്ചുപോയ ഒരു മനുഷ്യന്റെ പ്രാണനിൽ പ്രവർത്തിക്കുകയില്ല. ഞാൻ എന്ത് കാര്യവും എൻ്റെ പഴയ മനുഷ്യനിൽ ചെയ്യുന്നതോ അതൊരു മരിച്ച കാര്യമാണ്. അതിൻ്റെ അർത്ഥം ഞാൻ ഇപ്പോഴും ആ കാര്യങ്ങൾ ചെയ്യുകയാണ്, ദൈവം മരണമായി കണ്ടതിനെ ചെയ്യുകയാണ് എന്ന്. ആ അവസ്ഥയിൽ ഒരു ഫലവും ഉണ്ടാവുകയില്ല. ഞാൻ എത്രയധികം അതിനോട് സംസാരിക്കാൻ തുടങ്ങിയാലും, ഞാൻ പഴയ മനുഷ്യനെ കുറിച്ച് എന്തൊക്കെ സംസാരിച്ചാലും, ആ ആളുടെ പുതിയ തിരിച്ചറിവിനെ കുറിച്ച് നിങ്ങൾ ക്രിസ്തുവിൽ ഇപ്പോൾ ആരാണെന്നുള്ളത് പറയേണ്ടത് വളരെ ആവശ്യമാണ്. പഴയതെല്ലാം മാറിപ്പോയിരിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ ഇതിഹാസം അതെന്തായാലും നിങ്ങളുടെ പിതാക്കന്മാരുടെ മാതാവിലൂടെയും പിതാവിലൂടെയും നിങ്ങളുടെ പൂർവികർക്ക് ആ രോഗമുണ്ടായിരിക്കാം. അത് നിങ്ങൾക്കൊരിക്കലും വരികയില്ല. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ രക്തം ഇപ്പോൾ മാറിയിരിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ നിങ്ങൾ വീണ്ടും ജനനം പ്രാപിച്ചിരിക്കുന്നു. അത് സ്വർഗത്തിൽ നിന്നുള്ളതാണ്. ഏത് ക്ഷണത്തിൽ നിങ്ങൾ വിശ്വസിച്ചോ ആ സമയത്ത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നിങ്ങളിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. ക്രിസ്തുവിനോട് കൂടെ വളരെ മനോഹരമായ ഒരു ജീവിതം നിങ്ങൾക്ക് വേണ്ടിയുണ്ട്. പക്ഷേ ക്രിസ്തീയ മതം എന്ന് പറയുന്നത് അത് വളരെ തെറ്റായതാണ്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും പറയുകയില്ല ഞാനൊരു ക്രിസ്ത്യനാണ് എന്ന്. ഞാൻ എപ്പോഴും പറയുന്നത് ഞാനൊരു പുത്രനാണ് എന്നാണ്. എന്തുകൊണ്ടെന്നാൽ ഞാൻ അങ്ങനെയുള്ള ഒരു സഭയിൽ പോയിരുന്നു. അവിടെ എന്നെ കുറ്റം വിധിക്കുകയായിരുന്നു. എന്നെ പാപത്തെ ബോധത്തിലേക്ക് എന്നെ കൊണ്ടുപോയി നിയമങ്ങളുടെ ഭാരം എൻ്റെ മേൽ ഇട്ടു. ഇത് വളരെ തെറ്റായ കാര്യമാണ്. നമ്മൾ എങ്ങനെ നിയമത്തിന്റെ കീഴെ നമ്മൾക്ക് ജീവിക്കാൻ സാധിക്കും? നമ്മൾക്ക് വേണ്ടി കൃപ പ്രവർത്തിക്കുമ്പോൾ. യേശു വന്നത് നമ്മളുടെ ഭാരം നിറഞ്ഞ ജീവിതം നമ്മളിൽ നിന്ന് എടുക്കുവാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, നമ്മുടെ പഴയ മനുഷ്യൻ അവനോട് കൂടെ ക്രൂശീകരിക്കപ്പെട്ടു. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. നാം ക്രിസ്തുവിനോട് കൂടെ മരിച്ചുവെങ്കിൽ അവനോട് കൂടെ ജീവിക്കും എന്ന് വിശ്വസിക്കുന്നു. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കാൻ ഇനി മരിക്കയില്ല. മരണത്തിന് അവന്റെ മേൽ ഇനി കർത്തൃത്വമില്ല എന്ന് നാം അറിയുന്നുവല്ലോ. അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു. അവൻ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു. നോക്കുക, ഔവണ്ണം നിങ്ങളും പാപസംബന്ധപരമായി മരിച്ചവർ എന്നും ക്രിസ്തുവേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവർ എന്നും നിങ്ങളെ തന്നെ എണ്ണുകയും. നമ്മൾ നമ്മളെ തന്നെ പുതിയ തിരിച്ചറിവിൽ നോക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഗലാത്യർ 2:20 ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അവരെ കൊണ്ട് ഏറ്റു പറയുകയാണ് അവരുടെ പഴയ ജീവിതത്തെക്കുറിച്ച്, മരിച്ചുപോയ പഴയ ജീവിതത്തെക്കുറിച്ച്. ഇപ്പോൾ നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത്? നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നു അതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവം ഉണ്ടാകും. നിങ്ങൾക്കറിയാമോ, എത്രയധികം നിങ്ങൾ നിങ്ങളുടെ തിരിച്ചറിവിൽ ഉണരുന്നുവോ അത് എല്ലാ സൃഷ്ടികളും നിങ്ങളുടെ മുമ്പിൽ മുട്ടുമടക്കാൻ തുടങ്ങും. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, എല്ലാ വാഗ്ദത്തങ്ങളും നിങ്ങളുടെ മുമ്പിൽ ആമേനിൽ പൂർത്തിയാകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ സ്ത്രീ അവരുടെ ജീവിതത്തിൽ ഒരു കഷ്ടത നിറഞ്ഞൊരു സമയമുണ്ടായിരുന്നു. അവരുടെ മകൻ വീണ്ടും വീണ്ടും അപകടങ്ങൾ ഉണ്ടാകുന്നതും എല്ലാം കഷ്ടത നിറഞ്ഞ അനുഭവങ്ങളായിരുന്നു അവർക്ക് ഉണ്ടായിക്കൊണ്ടിരുന്നത്. എത്രയധികം അവർ തന്നെത്താൻ അവരൊരു പുത്രനാണ് എന്നുള്ളതിൽ തിരിച്ചറിവിൽ കടന്നു വന്ന് അവരെ തന്നെ അങ്ങനെ കാണാൻ തുടങ്ങിയപ്പോൾ ഒരു സമയം വന്നു, അവരുടെ കുഞ്ഞുമകൻ കട്ടിലിൽ നിന്ന് താഴെ വീണു. പക്ഷെ കാണുവാനിടയായി അവിടെ ഒരു തലയണ കിടക്കുന്നത്. അവരെന്നോട് പറഞ്ഞു, എത്ര അത്ഭുതകരമായ കാര്യമാണ്, ഞാൻ കണ്ടു സങ്കീർത്തനം 91 എത്ര ജീവിക്കുന്നതാണ് എന്ന് ഞാൻ കാണുവാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുവാനിടയായി എന്ന്. അവർ ആ വചനം ജീവിക്കുന്നതായും അനുഭവിക്കാൻ, അത് അനുഭവിക്കാനിടയായി. ഒരു സമയമുണ്ടായിരുന്നു, അവർ പറഞ്ഞു ഒരു വാഗ്ദത്തങ്ങളും അത് ജീവനില്ലാത്തതാണ് എന്ന്. പക്ഷെ ഇപ്പോൾ എല്ലാ വാഗ്ദത്തങ്ങളും അവർക്ക് വേണ്ടി ജീവിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവരിപ്പോൾ അവരുടെ യഥാർത്ഥ തിരിച്ചറിവിൽ ഉണർന്നിരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളിൽ ആവുന്നത് ആരെങ്കിലും നിങ്ങളോട് വന്ന് പറയുകയാണ് നിങ്ങൾ യുദ്ധം ചെയ്യണമെന്ന് പറയുമ്പോൾ നിങ്ങൾ അത് ചെയ്യുന്നതിലൂടെയാണ്. പക്ഷെ അവരോട് ആരെങ്കിലും പറയുകയാണ്, നിങ്ങൾക്കറിയാമോ ഈ കാര്യങ്ങളെല്ലാം അതെല്ലാം നിങ്ങളുടെ കാലിന്റെ കീഴെയാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇപ്പോൾ പുത്രനാണ്, നിങ്ങൾ യുദ്ധം ജയിച്ചിരിക്കുന്നു, നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ഇത്ര മാത്രമാണ്, നിങ്ങൾ വിശ്രമിക്കുക മാത്രം ചെയ്യേണ്ടതാണ് എന്ന് പറയുമ്പോൾ ആ കാര്യം എല്ലാ പ്രശ്നങ്ങളെയും അത് മാറ്റുകയാണ്. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കിലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. ഞാൻ ദൈവത്തിന്റെ കൃപ വൃഥാവാക്കുന്നില്ല. ന്യായപ്രമാണത്താൽ നീതി വരുന്നു എങ്കിൽ
ക്രിസ്തു മരിച്ചത് വെറുതെയല്ലോ. ഇതിന്റെ HHS ഹിന്ദി വേർഷൻ നമുക്ക് നോക്കാം. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. പ്രിയ, ഇപ്പോൾ യേശുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. ഇപ്പോൾ ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവാണ് ജീവിക്കുന്നത്. അവൻ എന്നെ സ്നേഹിച്ചു, തന്നെത്താൻ എനിക്ക് വേണ്ടി ബലിദാനായിട്ട് കൊടുത്തു. ഇപ്പോൾ ഞാനും നിങ്ങളും ജീവിക്കുന്നില്ല. ഏത് ക്ഷണത്തിൽ നിങ്ങൾ ക്രിസ്തുവിന്റെ മരണത്തിൽ വിശ്വസിച്ചോ ആ ക്ഷണത്തിൽ നിങ്ങളും മരിച്ചു. ഇപ്പോൾ ഞാനും നിങ്ങളും അവനിൽ ഒന്നാണ്. ഒരു പുതിയ തിരിച്ചറിവ്, ഒരു പുതിയ സ്വഭാവത്തോടു കൂടെ. ഇതാണ് പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിച്ചുകൊണ്ട് ചെയ്യുന്നത്. എല്ലാ സത്യങ്ങളിലും നിങ്ങൾ ഉണർത്തപ്പെടുകയാണ്. ഗലാത്യർ 3:10. എന്നാൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവരും ശാപത്തിന് കീഴാകുന്നു. ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം അതിൽ നിലനിൽക്കാത്തവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എന്നാൽ ന്യായപ്രമാണത്താൽ ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല എന്നത് സ്പഷ്ടം. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നല്ലോ ഉള്ളത്. ന്യായപ്രമാണത്തിനോ വിശ്വാസമല്ല ആധാരമായിരിക്കുന്നത്, അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും എന്നുണ്ടല്ലോ. ഇവിടെ വചനം എന്താണ് പറയുന്നത്? നിങ്ങൾ നിങ്ങളുടെ എന്തെങ്കിലും പ്രവൃത്തിയിൽ അഹങ്കരിക്കുകയാണെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും പ്രവൃത്തി ചെയ്ത് ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും നേടാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ, നിങ്ങൾ ഒരു ന്യായപ്രമാണം അനുസരിച്ച് നിങ്ങൾ നീതിമാനാകാൻ ശ്രമിക്കുകയാണെങ്കിൽ, ഇവിടെ പൗലോസ് അവർക്ക് വേണ്ടി എഴുതുകയാണ്, നിങ്ങൾ ഒരു ന്യായപ്രമാണം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മുഴുവൻ ന്യായപ്രമാണം ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് എന്റെയും നിങ്ങളുടെ ഇപ്പോൾ തിരിച്ചറിവ് നമ്മുടെ പ്രവൃത്തിയിലൂടെയല്ല, നമ്മൾ രക്തത്തിലൂടെയുള്ള സന്താനമാണ്, അവന്റെ പുത്രന്മാരാണ്. 13-ാം വാക്യം, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി ക്രിസ്തു നമുക്ക് വേണ്ടി സ്വയം ശാപമായി തീർന്നു. എല്ലാ പഠിപ്പിക്കലുകളും നിങ്ങളുടെ മേലിലും നിങ്ങളുടെ പിതാക്കന്മാരിലൂടെയുള്ള ശാപങ്ങൾ നിങ്ങൾക്ക് പൊട്ടിക്കേണ്ടത് ആവശ്യമാണെന്ന് പഠിപ്പിക്കുന്നു. പക്ഷെ വചനത്തിൽ എഴുതിയിരിക്കുന്നു, ക്രിസ്തു നമുക്ക് വേണ്ടി സ്വയം ശാപമായി തീർന്നു, നമ്മെ ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നമ്മളെ വിലയ്ക്ക് വാങ്ങി വിടുവിക്കാൻ വേണ്ടി. എല്ലാ ശാപങ്ങളും അവൻ എടുത്തു. ഏത് നിമിഷം നിങ്ങളുടെ വീണ്ടും ജന്മം പ്രാപിച്ചു, എല്ലാ ശാപങ്ങളും നിങ്ങളുടെ ചരിത്രത്തിലുണ്ടായിരുന്ന നിങ്ങളുടെ പിതാക്കന്മാരിലൂടെ നിങ്ങൾ ചെയ്തതെല്ലാം നിങ്ങളിൽ നിന്ന് ദൂരത്തായിരിക്കുകയാണ്. ഇപ്പോൾ ഒരു പഴയ ശാപവും നിങ്ങളിൽ സാധ്യമല്ല. ഒരു ദുഷ്ടന്റെ പ്രവൃത്തികളും ഒരു സാത്താന്റെ പ്രവൃത്തികളും നിങ്ങളിൽ പ്രവർത്തിക്കുകയില്ല. എല്ലാ വാഗ്ദത്തങ്ങളും അത് നിങ്ങളുടെ സ്വർഗീയ പിതാവിൽ നിന്നാണ് വരുന്നത്. എന്തുകൊണ്ടെന്നാൽ അത് നമ്മൾക്ക് രക്തത്തിലൂടെ ലഭിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മൾ അവന്റെ രക്തത്തിന്റെ സന്താനമാണ്. കൊലോസ്യർ 2-ാം അധ്യായം, കൊലോസ്യർ 2:6 വാക്യം. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തു യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പിൻ. അവനിൽ വേരൂന്നിയും ആത്മീയ വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിന് ഒത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞുമിരിപ്പിൻ. തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിപ്പിൻ. അത് മനുഷ്യരുടെ സമ്പ്രദായത്തിനൊത്തവണ്ണം ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾക്കൊത്തവണ്ണമല്ലാതെ ക്രിസ്തുവിനൊത്തവണ്ണമുള്ളതല്ല. അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹസ്വരൂപമായി വസിക്കുന്നത്. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു. എല്ലാ കുറ്റം പറയുന്ന പ്രാണൻ പാപത്തെയും മുറിച്ചു കളഞ്ഞു, അതിനെ തീർത്തു കളഞ്ഞു യേശു നമുക്ക് വേണ്ടി ചെയ്തതിലൂടെ. എല്ലാ കുറ്റങ്ങളും, നിങ്ങളുടെ ഹൃദയത്തിൽ കുറ്റമുണ്ടോ? നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തതിനെ കുറിച്ച് ഓർത്ത് നിങ്ങളുടെ ഉള്ളിൽ ഭാരത്താൽ കുറ്റത്താൽ നിറയുന്നുണ്ടോ? നിങ്ങളുടെ ഹൃദയം നിങ്ങളെ കുറ്റം വിധിക്കുന്നുണ്ടോ? വചനത്തിൽ എഴുതിയിരിക്കുന്നു, നിങ്ങളുടെ എല്ലാ പാപങ്ങളും എല്ലാ കുറ്റം വിധിക്കുന്ന ഹൃദയവും നിങ്ങളിൽ നിന്ന് അകറ്റിക്കളഞ്ഞിരിക്കുന്നു, അത് തീർന്നു പോയിരിക്കുന്നു, അതിനെ നിർത്തിക്കളഞ്ഞു യേശു നിങ്ങൾക്ക് വേണ്ടി ചെയ്തതിലൂടെ. ഇപ്പോൾ നിങ്ങൾക്ക് ആ കുറ്റം വിധിക്കുന്ന ഹൃദയത്തെ നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് അതിന് അനുമതിയില്ല. അവൻ നിങ്ങളെ നിഷ്കളങ്കരാക്കിയിരിക്കുന്നു. അവൻ നിങ്ങളെ നിഷ്കളങ്കരാക്കി. നിങ്ങൾ എത്രയധികം നിങ്ങളെ തന്നെ നിഷ്കളങ്കരാക്കുന്നു. ഇതിന്റെ അർത്ഥം ഇതാണ് നീതിബോധത്തിന്റെ വിവേകം നിങ്ങൾ ധരിക്കേണ്ടതിന്. ഒരു പുത്രൻ അറിയുന്നു പിതാവിനോടുള്ള അവന്റെ ബന്ധം എന്ന് പറയുന്നത് രക്തത്തിലൂടെയാണ് എന്ന്.
എന്തുകൊണ്ടെന്നാൽ ഞാൻ അവനിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. എന്റെ തിരിച്ചറിവ് എന്ന് പറയുന്നത് ഞാൻ എന്തെങ്കിലും ചെയ്യുന്നതിലൂടെ, എന്റെ പ്രവൃത്തിയിലൂടെയല്ല. എല്ലാ സ്വർഗീയ അനുഗ്രഹങ്ങളും എനിക്ക് ജീവൻ ലഭിക്കുന്നത് ആ രക്തത്തിലൂടെ മാത്രമാണ്. ഇത് വളരെ ലഘുവായിട്ടുള്ള ഒരു കാര്യമാണ് പുത്രത്വത്തിന്റെ യാഥാർത്ഥ്യത്തിന്റെ. ഞാൻ ഇന്നലെ ഭവനത്തിലായിരുന്നപ്പോൾ ഈ കാര്യങ്ങൾ ഞാൻ ഓർക്കുകയായിരുന്നു. കോവിഡിന് മുമ്പ് ദൈവം എന്നെ കാണിച്ചു. എൻ്റെ എല്ലാ ജീവിതത്തിന്റെ കാര്യങ്ങളും അത് യേശുവിന്റെ രക്തത്തിൽ മറഞ്ഞിരിക്കുന്നു. അവൻ എന്നെ ഓർമ്മപ്പെടുത്തി, നീ ഇപ്പോൾ ഒരു രക്തത്തിന്റെ മണ്ഡലത്തിലാണ് ജീവിക്കുന്നത്. മറ്റുള്ളവരെ നീ ഉണർത്തുക ഈ സത്യത്തെക്കുറിച്ച്. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ മുഴുവൻ ജീവനും നമ്മൾ ഈ രക്തത്തിന്റെ മണ്ഡലത്തിലാണ് ജീവിക്കുന്നത്. എൻ്റെ അനിയൻ സന്ദീപ്, അവന് കുറച്ച് ചുമയും ജലദോഷവും വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ ഒപ്പമായിരുന്നു. ലളിതമായ കാര്യമാണ്. ഞാൻ തന്നെത്താൻ ഒറ്റയ്ക്ക് എൻ്റെ വീട്ടിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഒരു കാര്യവും എൻ്റെ ചെവി വരെ എത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, നമുക്ക് പോയി അവനെ ടെസ്റ്റ് ചെയ്യാം. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി അവൻ്റെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു കാര്യം എനിക്ക് ഓർമ്മ വന്നു. ബൈബിൾ എന്നോട് ചെയ്യാൻ പറയുന്നത്, നമ്മൾ യോഹന്നാന്റെ പുസ്തകത്തിൽ വായിക്കുന്നു 6-ാം അധ്യായം, ദൈവത്തിന് പ്രസാദമുള്ള കാര്യം പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നതത്രേ. ഞാൻ ഈ കാര്യത്തിൽ വിശ്വസിക്കുന്നു. ഇപ്പോൾ എൻ്റെ വിശ്രമം എന്ന് പറയുന്നത്, എൻ്റെ സമാധാനം എന്ന് പറയുന്നത് അത് ദൈവത്തിലാണ്. അവൻ വിശ്വസ്തനാണ്. ഞാൻ അങ്ങനെയുള്ളൊരു ഭാരം എൻ്റെ ഉള്ളിൽ വന്നു, എനിക്ക് എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നിങ്ങൾ ക്രിസ്തുവിലാണ്. ഇപ്പോൾ നിങ്ങളുടെ ഭാരങ്ങളെല്ലാം ക്രിസ്തു നിങ്ങളിൽ നിന്ന് എടുത്തു കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ അവൻ്റെ വിശ്വസ്തതയിലാണ് ജീവിക്കുന്നത്. ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. ഞാൻ പിന്നെ പറഞ്ഞു, ഞാൻ ഇനി ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയില്ല എന്ന്. ഞാൻ ഉറങ്ങാൻ പോയി. ഇന്ന് എനിക്ക് ആ റിപ്പോർട്ട് കിട്ടുവാനിടയായി. ആ റിപ്പോർട്ട് നെഗറ്റീവായിരുന്നു. എൻ്റെ വിശ്രമം എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും എൻ്റെ വാതിലിൽ വന്ന് മുട്ടിയപ്പോൾ, നീ ഹോസ്പിറ്റലിൽ പോകുക, നീ ടെസ്റ്റ് ചെയ്യുന്നു, നീ പുത്രനാണ്, എല്ലാ ഭാരങ്ങളും എൻ്റെ മുകളിൽ വന്നപ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ ഓർമ്മപ്പെടുത്തി, പുത്രന് വേണ്ടി ഇപ്പോൾ ഒരു കാര്യവും ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഈ വചനത്തിലൂടെയാണ് എൻ്റെ വിശ്രമം എന്ന് പറയുന്നത്. ഞാൻ വിശ്രമിക്കുന്ന സമയത്തും ആ വചനങ്ങൾ ജീവിക്കുന്നത് എനിക്ക് കാണുവാനിടയായി. മുന്നോട്ട് നമുക്ക് വായിക്കാം. ഈ വാഗ്ദത്തങ്ങളെ നമുക്ക് വായിക്കാം ബൈബിളിൽ നിന്നും. അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു. സ്നാനത്താൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവനോടുകൂടെ ജീവിപ്പിച്ചു. അതിക്രമങ്ങളൊക്കെയും നമ്മളോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ ഈ കാര്യം മനസ്സിലാക്കുക, എഴുതിയിരിക്കുന്നു, യേശു നിങ്ങളുടെ മരണത്തിന്റെ ഈ കാര്യം മനസ്സിലാക്കുക, എഴുതിയിരിക്കുന്നു, യേശു നിങ്ങളെ മരണത്തിൽ നിന്ന് വിടുവിച്ച് അവന്റെ പ്രിയപുത്രന്റെ രാജ്യത്ത് നമ്മളെ പ്രവേശിപ്പിച്ചു. നിങ്ങൾ വിശ്വസിക്കുന്നതിനനുസരിച്ച്, നിങ്ങൾ ഉണരുന്നതിനനുസരിച്ച്, നിങ്ങളുടെ യഥാർത്ഥ തിരിച്ചറിവിൽ നിങ്ങൾ അതിൽ വിശ്രമിക്കാൻ തുടങ്ങുമ്പോൾ, അത് പഠിക്കുമ്പോൾ എല്ലാ ആത്മീയ മണ്ഡലങ്ങളും നിങ്ങളുടെ തിരിച്ചറിവ് മനസ്സിലാക്കാൻ തുടങ്ങും. ഈ സത്യങ്ങൾ നിങ്ങൾ വായിക്കുക. നമ്മുടെ എല്ലാ അതിക്രമങ്ങളും പാപങ്ങളും അവൻ നമ്മളോട് ക്ഷമിച്ചു. 14-ാം വാക്യം, അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം എപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. നിങ്ങളുടെ പഴയ ആദമിന്റെ മനുഷ്യത്വം, നമ്മുടെ ആദമിലൂടെയുള്ള മനുഷ്യൻ, അതിപ്പോൾ ക്രൂശീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇതിന്റെ അർത്ഥം, ഇപ്പോൾ നമ്മൾ ആദമിന്റെ പുത്രന്മാരല്ല. ഞാൻ ആദമിലൂടെയുള്ളവരല്ല എങ്കിൽ പഴയ കാര്യങ്ങൾ എന്നെ അത് ബാധിക്കുകയില്ല. ആദത്തിലൂടെ ബന്ധപ്പെട്ടിരിക്കുന്നത്. ദൈവം പറയുന്നു, ഇപ്പോൾ നീ എൻ്റെ സന്താനമാണ്. നിന്റെ വീണ്ടും ജനനം സ്വർഗത്തിൽ നിന്നാണ് ആയിരിക്കുന്നത്. നമ്മൾ രക്തത്തിലൂടെ ജനിച്ചവരാണ്. 15-ാം വാക്യം, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം എപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. ഈ വചനം നിങ്ങൾ ധ്യാനിക്കുക. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. എല്ലാ ശക്തികളും നമ്മളുടെ മേളിൽ കുറ്റം വിധിച്ചു കൊണ്ടിരുന്നതിനെ അവൻ ക്രൂശിലൂടെ അവരുടെ മുകളിൽ ജയോത്സവം കൊണ്ടാടി. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, യേശു
ദുഷ്ടന്റെ കഴുത്തിൽ ഒരു കയറിട്ട് അവനെ എല്ലാവരുടെ മുമ്പിൽ പരസ്യമായി അവനെ തമാശയാക്കി. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ എല്ലാ വാഴ്ചകളും അധികാരങ്ങളും യേശുവിന്റെ അടിമത്വത്തിലാണ്. നമ്മൾ ആ അധികാരങ്ങളുടെയും വാഴ്ചകളുടെയും അടിമകളല്ല, അത് നമ്മുടെ അടിമകളാണ്. ഏത് നിമിഷം ഞാൻ ഇത് തിരിച്ചറിവിൽ ഉണരാൻ തുടങ്ങിയോ, എല്ലാ സാത്താന്റെ കാര്യങ്ങളും എനിക്ക് കണ്ടുകൊണ്ടിരുന്നത് എൻ്റെ മുമ്പിൽ നിന്ന് മാറിപ്പോയി. എൻ്റെ എല്ലാ അനുഭവങ്ങളും മാറുവാനിടയായി. നമുക്ക് 16-ാം വാക്യം വായിക്കാം. അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ, വാവ്, ശബത്ത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത്. അതിന്റെ അർത്ഥം ഇതാണ്, പിന്നെ ഒരു നിയമം ഉണ്ടാക്കാതിരിക്കുക. അങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ചെയ്യരുത്, അത് നിങ്ങൾ ഇത് ഊരുക, ഇങ്ങനെ ഇടരുത്. മുന്നോട്ട് നമുക്ക് വായിക്കാം. ഇവ വരുവാനിരുന്നവയുടെ നിഴലത്രേ. ദേഹം എന്നത് ക്രിസ്തുവിനുള്ളത്. താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും തന്റെ ജഡമനസ്സിനാൽ വെറുതെ ചീർക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആരും നിങ്ങളെ വിരുത് തെറ്റിക്കരുത്. തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുന്നു. നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ലോകത്തിന്റെ ആദ്യപാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചുവെങ്കിൽ ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ മാനുഷ്യ കൽപ്പനകൾക്കും ഉപദേശങ്ങൾക്കും അനുസരണമായി പിടിക്കരുത്, രുചിക്കരുത്, തൊടരുത് എന്നുള്ള ചട്ടങ്ങൾക്ക് കീഴ്പ്പെടുന്നതെന്ത്? ഇതെല്ലാം ഉപയോഗത്താൽ നശിച്ചു പോകുന്ന അത്രേ. അതൊക്കെയും സ്വേച്ഛാരാധനയിലും താഴ്മയിലും ശരീരത്തിന്റെ ഉപേക്ഷയിലും രസിക്കുന്നവർക്ക് ജ്ഞാനത്തിന്റെ പേര് മാത്രമുള്ളത്, ജഡാഭിലാഷം അടക്കുവാനോ പ്രയോജനമുള്ളതല്ല. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഒരു സഭയോട് ചേർന്ന് നിന്നപ്പോൾ എനിക്ക് അങ്ങനെ ഒരു വ്യക്തിയെ ഞാൻ കാണുവാനിടയായി, സത്യത്തെക്കുറിച്ച് പ്രസംഗിക്കുന്ന വ്യക്തി. ആ വ്യക്തി ഒരു സ്ത്രീയെ അവരുടെ യഥാർത്ഥ തിരിച്ചറിവിൽ ഉണരാൻ അവരെ സഹായിക്കുകയായിരുന്നു. എനിക്കറിയില്ലായിരുന്നു ആ സമയത്ത് ആ സ്ത്രീ അങ്ങനെയുള്ള ഒരു സഭയിലാണ്, ആന്തരിക സൗഖ്യത്തിന്റെയും വിടുതലിന്റെയും പഠിപ്പിക്കുന്ന ഒരു സഭയിലാണ് പോകുന്നതെന്ന്. ആ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, അവരവരുടെ ഒരു സ്വപ്നം അവരെന്നോട് പറയുവാനിടയായി. അവരെന്നോട് പറഞ്ഞു, പ്രിയ, ഞാനൊരു സ്വപ്നം കണ്ടു. അത് ഞാൻ സഭയിലുള്ള എല്ലാ ആൾക്കാരെയും ഞാൻ കാണുന്നുണ്ട്. എല്ലാവരും ഒരു വലിയൊരു സഭ മീറ്റിങ്ങിൽ എല്ലാവരും പോവുകയായിരുന്നു. അവർ കണ്ടു, യേശുവിനോട് കൂടെ അവൾ ഒരു മലയുടെ മുകളിൽ ഇരിക്കുകയാണ്. അവൻ ചിരിക്കുകയാണ്. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഏതെങ്കിലും മീറ്റിങ്ങിന് പോകാൻ തയ്യാറെടുത്തിരിക്കുകയാണോ എന്ന്. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ അങ്ങനെ ഒരു മീറ്റിങ്ങിന് പോവുകയാണ്, ആന്തരിക സൗഖ്യത്തെയും വിടുതലിനെയും കുറിച്ച് പറയുന്നത്. പിന്നെ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ സ്വപ്നത്തിൽ എന്താണ് കണ്ടത്? അവർ പറഞ്ഞു, എല്ലാവരും പോവുകയാണ് അവിടെ. ആ സമയത്ത് സത്യമാണ്, ഞാൻ അവരോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അവരുടെ യഥാർത്ഥ തിരിച്ചറിവിനെ കുറിച്ച് ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ക്രിസ്തുവിൽ ഒരു പുത്രനാണ്. ഞാൻ അവരെ ഓർമ്മപ്പെടുത്തി, പരിശുദ്ധാത്മാവ് നിങ്ങളെ കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. പിന്നെ അവർ ആ മീറ്റിങ്ങിന് പോയില്ല. മുന്നോട്ട് നമുക്ക് വായിക്കാം. ഗലാത്യർ 5-ാം അധ്യായം. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകിയാൽ അതിൽ ഉറച്ചു നിൽപ്പിൽ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. എന്തുകൊണ്ട്? ഞാനും നിങ്ങളും ഒരു ഫലവും നിങ്ങൾക്ക് പുറപ്പെടുവിക്കാൻ സാധിക്കുകയില്ല, നിങ്ങൾ പഴയ മനുഷ്യനെ വീണ്ടും വീണ്ടും ആ മനുഷ്യനെ നോക്കിക്കൊണ്ടിരുന്നാൽ. ഏറ്റവും ലളിതമായ കാര്യം എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റുന്നത്, നിങ്ങൾക്ക് വിജയം പ്രാപിക്കണമെങ്കിൽ ആ സത്യം ഇതാണ്: നിങ്ങളുടെ പഴയ മനുഷ്യൻ ഇപ്പോൾ ക്രൂശിൽ യേശുവിനോടുകൂടെ ക്രൂശീകരിക്കപ്പെട്ടിരിക്കുന്നു. ഒരേ ഒരാൾ ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്, അതെങ്ങനെയായി, ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചിന്തിക്കുന്നത് അത് നിങ്ങളാണ്. ദുഷ്ടൻ ആ ചക്രത്തിൽ നിങ്ങൾ കിടന്ന് കറങ്ങാൻ അവൻ ആഗ്രഹിക്കുന്നു. ഇവിടെ പൗലോസ് പറയുകയാണ്, നിങ്ങൾ ഒരു ന്യായപ്രമാണം നിവർത്തിക്കുന്നുവെങ്കിൽ നിങ്ങൾ മുഴുവൻ ന്യായപ്രമാണവും നിവർത്തിപ്പാൻ കടപ്പെട്ടിരിക്കുന്നുവെന്ന്. ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടു പോയി, നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. ഇതുകൊണ്ടാണ് ആൾക്കാർ അവരുടെ ജീവിതത്തിൽ ദൈവിക വാഗ്ദത്തങ്ങൾ ആമേൻ അവരുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാകാത്തത്. ഇതിന്റെ അർത്ഥം ഇതാണ്, നിങ്ങൾ പറയുകയാണ്, ഞാനിപ്പോൾ പുത്രനല്ല, ഞാനിപ്പോൾ ന്യായപ്രമാണത്തിന് കീഴിലാണ് എന്ന്. നിങ്ങൾ വിശ്വസിക്കുന്നില്ല നിങ്ങളൊരു പുത്രനാണ് എന്നുള്ള കാര്യം. ആ രക്തമാണ് നമ്മളെ എല്ലാ വാഗ്ദത്തങ്ങൾക്കും വേണ്ടി നമ്മളെ യോഗ്യരാക്കുന്നത്. നിങ്ങൾക്കറിയാമോ, പഴയ നിയമത്തിലും ആൾക്കാർ പാപം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ, ഇസ്രയേൽ ഒരു അനുഗ്രഹം കിട്ടാതിരുന്നപ്പോൾ, അവർ ചെയ്ത തെറ്റുകളിലൂടെ
ഇസ്രയേലിന് ഒരിക്കലും അനുഗ്രഹം കിട്ടിയില്ല അവർ ചെയ്ത പ്രവൃത്തികളിലൂടെ. എന്തുകൊണ്ടെന്നാൽ അവർക്ക് ചെയ്യാൻ സാധിക്കുകയില്ലായിരുന്നു. എപ്പോഴും ഒരു രക്തമുണ്ടായിരുന്നു. പക്ഷെ പഴയ നിയമത്തിൽ അത് ആട്ടുകൊറ്റന്മാരെയും കാളക്കിടാക്കന്മാരുടെയും രക്തമായിരുന്നു. പക്ഷെ ഇന്ന് എനിക്കും നിങ്ങൾക്കും വേണ്ടി എല്ലാ വാഗ്ദത്തങ്ങളും ആമേനിൽ പൂർത്തിയാകുന്നു. എന്നാൽ ഇന്ന് എനിക്കും നിങ്ങൾക്കും വേണ്ടി ഈ വാഗ്ദത്തങ്ങളെല്ലാം ആമേനില് ഇന്ന് പുതിയ നിയമസഭയ്ക്ക് എന്തുകൊണ്ട് ഇതൊക്കെ ലഭിക്കുന്നു? എന്തുകൊണ്ടെന്നാൽ നമ്മൾ അവനിലൂടെ വീണ്ടും ജനനം പ്രാപിച്ചിരിക്കുന്നു. ഞാനും നിങ്ങളും ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണ്, ഒരു പുതിയ സൃഷ്ടി. അതാണ് നിങ്ങളുടെ വിശ്രമം. മുന്നോട്ട് നമുക്ക് വായിക്കാം 5-ാം വാക്യം. ഞങ്ങളോ വിശ്വാസത്താൽ നീതി ലഭിക്കും എന്നുള്ള പ്രത്യാശ നിവൃത്തിയെ ആത്മാവിനാൽ കാത്തിരിക്കുന്നു. ക്രിസ്തുവേശുവിൽ പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസമത്രേ കാര്യം. നിങ്ങൾ നന്നായി ഓടിയിരുന്നു, സത്യം അനുസരിക്കാതിരിപ്പാൻ നിങ്ങളെ ആർ തടുത്തു കളഞ്ഞു? ഇങ്ങനെ നിങ്ങളെ അനുസരിപ്പിച്ചത് നിങ്ങളെ വിളിച്ചവന്റെ പ്രവൃത്തിയല്ല. അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നു. നിങ്ങൾ ഒരു ചെറിയ വ്യാജത്തിന് നിങ്ങളുടെ ഹൃദയത്തിൽ ഇടം കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ വിശ്വാസത്തെയും അത് ബാധിക്കാനിടയായിത്തീരും. ആ സ്ത്രീക്ക് എന്താണ് സംഭവിച്ചത്? അവർക്ക് എന്തുകൊണ്ട് എല്ലാ പിശാചിനെയും കാണാൻ ഇടയായി തീർന്നു? അവരുടെ മകന്റെ മേൽ എന്തുകൊണ്ട് അങ്ങനെ ഒരു പ്രവൃത്തി ഉണ്ടായിക്കൊണ്ടിരുന്നു? എന്തായിരുന്നു? അവർ ഒരു ചെറിയ നുണയിൽ അവർ വിശ്വസിച്ചു. അത് അവരുടെ വിശ്വാസത്തിന്റെ എല്ലാ മേഖലകളെ അത് ബാധിച്ചു. നിങ്ങൾക്ക് ഭിന്നാഭിപ്രായം ഉണ്ടാകുകയില്ല എന്ന് ഞാൻ കർത്താവിൽ ഉറച്ചിരിക്കുന്നു. സത്യം നിങ്ങൾ അറിയുക, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ദുഷ്ടൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ സത്യം അറിയാതിരിക്കുക. നിങ്ങൾ ബന്ധനത്തിൽ മുറുകപ്പെട്ടിരിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ വ്യാജത്തിൽ വിശ്വസിക്കണമെന്ന്. മുന്നോട്ട് നമുക്ക് വായിക്കാം. എന്നാൽ നിങ്ങളെ കലക്കുന്നവൻ ആരായാലും ശിക്ഷാവിധി ചുമക്കും. ഞാനോ സഹോദരന്മാരെ ഇപ്പോഴും പരിച്ഛേദന പ്രസംഗിക്കുന്നു എന്ന് വരികിൽ ഇനിയും ഉപദ്രവം സഹിക്കുന്നത് എന്ത്? അങ്ങനെയെങ്കിൽ ക്രൂശിന്റെ ഇടർച്ച നീങ്ങിപ്പോയല്ലോ. നിങ്ങളെ കലഹിപ്പിക്കുന്നവർ അംഗച്ഛേദം ചെയ്തുകൊണ്ടാൽ കൊള്ളാമായിരുന്നു. സഹോദരന്മാരെ, നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. 13-ാം വാക്യം. ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്താൽ അന്യോന്യം സേവിപ്പീൻ. ഇതിന് ഒരർത്ഥം ഇങ്ങനെയുമുണ്ട്: എല്ലാ കാര്യങ്ങളും ചെയ്യാൻ എനിക്ക് അനുവാദമുണ്ട്, പക്ഷേ എല്ലാ കാര്യങ്ങളും അതെന്റെ ലാഭത്തിനുള്ളതല്ല. എനിക്കറിയാം ഞാൻ സ്വതന്ത്രനാണ്, പക്ഷെ ചില കാര്യങ്ങൾ ഞാൻ ചെയ്യുകയില്ല. എന്തുകൊണ്ടെന്നാൽ എനിക്കത് ചെയ്യാനുള്ള ആഗ്രഹമില്ല. അതൊരു ക്രിസ്തുവിന്റെ സ്വഭാവം, ഒരു പുത്രന്റെ സ്വഭാവം എൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്നു. മുന്നോട്ട് വായിക്കാം. 14-ാം വാക്യം. കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്നുള്ള ഏക വാക്യത്തിൽ ന്യായപ്രമാണം മുഴുവനും അടങ്ങിയിരിക്കുന്നു. നിങ്ങൾ അന്യോന്യം കടിക്കുകയും തിന്നുകളയുകയും ചെയ്താലോ ഒരുവനാൽ ഒരുവൻ ഒടുങ്ങിപ്പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. നമുക്ക് വായിക്കാം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തന്മാരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്നും അപേക്ഷിക്കുന്നു. കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. പലപ്പോഴും ആൾക്കാരുടെ മെസ്സേജ് എനിക്ക് വരാറുണ്ട്, എനിക്കൊരു വിടുതലിന്റെ ആവശ്യമുണ്ട് എന്ന്. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് സഭകളിൽ പോകാം, മീറ്റിങ്ങുകളിൽ പോകാം. ആരെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ തലയിൽ കൈവച്ച് നിങ്ങളുടെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കാം. പക്ഷേ വചനത്തിലുള്ള ഒരു സത്യം ഇതാണ്: അവൻ നമ്മെ ഇരുട്ടിന്റെ രാജ്യത്തിൽ നിന്ന് വിടുവിച്ച്, അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചു. ഇതിന്റെ അർത്ഥം അവൻ നമ്മെ ദുഷ്ടന്റെ അന്ധകാരത്തിന്റെ രാജ്യത്തിൽ നമ്മെ വിടുവിച്ച് അവന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചു. എന്റെയും നിങ്ങളുടെയും ആത്മാവിന് ആ വിടുതൽ ലഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ ശരീരത്തിലുള്ള ചിന്തയുടെ മേഖലയിലാണ് നിങ്ങൾക്ക് വിടുതലിന്റെ ആവശ്യം. ആ വിടുതൽ എപ്പോഴാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്? നിങ്ങൾ യഥാർത്ഥ തിരിച്ചറിവ്, നിങ്ങൾ ആരാണെന്നുള്ള തിരിച്ചറിവ് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ, നിങ്ങൾ ആ സാക്ഷ്യത്തിൽ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ, പിതാവ് നിങ്ങളെക്കുറിച്ച് പറഞ്ഞത്, ആ സ്ഥലത്ത് നിങ്ങൾ തന്നെത്താൻ വിശ്രമത്തിലാകുവാനിടയായിത്തീരും. മുന്നോട്ട് നമുക്ക് വായിക്കാം. അവനിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. ആ പാപങ്ങളുടെ ക്ഷമ എന്ന് പറയുന്നത് നമുക്ക് രക്തത്തിലൂടെയാണ് ലഭിച്ചത്. ഇനി നിങ്ങൾക്ക് വിടുതലിന്റെ ആവശ്യമില്ല. എനിക്ക് വിടുതലിന് വേണ്ടി മെസ്സേജ് അയക്കുന്നവർ, നിങ്ങൾക്കൊരു വിടുതലിന്റെ ആവശ്യമില്ല, അത് നിങ്ങളുടെ ചിന്തയാണ്. അതുകൊണ്ട് പൗലോസ് ഈ കാര്യം ഇവിടെ പറയുകയാണ്. ഒരു ചെറിയ വ്യാജം, ഒരു നുണ നിങ്ങളുടെ ഹൃദയത്തിൽ വന്നാൽ അത് നിങ്ങളുടെ വിശ്വാസത്തിന്റെ രീതിയെ നിങ്ങളിൽ നിന്ന് മാറ്റിക്കളയും. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നിങ്ങളിൽ പ്രവർത്തിക്കുകയാണ് ആ വ്യാജം നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പുറത്താക്കുവാൻ. ഇപ്പോൾ നിങ്ങൾക്ക് ആ സത്യം നിങ്ങൾക്ക് വെളിപ്പെടുത്തുകയാണ്. ആ സത്യം നിങ്ങൾക്ക് വെളിപ്പെടുത്തുകയാണ് നിങ്ങളുടെ ഉള്ളിൽ എത്രയധികം ശക്തിയുണ്ട് എന്ന്. എന്തുകൊണ്ടെന്നാൽ ഞാനും നിങ്ങളും ഇപ്പൊ യേശുവിനെ പോലെ സ്വർഗത്തിൽ നിന്ന് ജനിച്ചവരാണ്. അവനെങ്ങനെയാണോ അതുപോലെയാണ് ഞാൻ ഇപ്പോൾ ഈ ഭൂമിയിൽ. സത്യം നിങ്ങൾ അറിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾ യുദ്ധം ചെയ്യുന്ന അവസാനിപ്പിക്കും. ഇപ്പോൾ ആത്മീയ ക്ഷേത്രത്തിൽ
സാത്താൻ മനസ്സിലാക്കും ഈ വ്യക്തി നേരത്തെ ഭയങ്കരമായി പേടിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു, പക്ഷെ ഇപ്പോൾ അവന് സ്ഥിരമായ ഒരു അവസ്ഥയിലാണ്, അവൻ ഉണർന്നിരിക്കുന്നു, അവൻ ആരാണെന്നുള്ള തിരിച്ചറിവിൽ. മുന്നോട്ട് നമുക്ക് വായിക്കാം 15-ാം വാക്യം. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സർവത്തിനും മുൻപേ ഉള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയുമാകുന്നു, സകലത്തിലും താൻ മുമ്പനാകേണ്ടതിന്. അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റവനുമാകുന്നു. ഞാനും നിങ്ങളും യേശുവിനോട് കൂടെ ആദ്യനായി തീർന്നിരിക്കുന്നു. നമ്മൾ ക്രിസ്തുവിനോടുകൂടെ ഒന്നാണ്. നമുക്കൊരു പ്രഥമ സ്ഥാനം തന്നിരിക്കുകയാണ് എല്ലാ കാര്യത്തിന്റെയും മുകളിൽ. മുന്നോട്ട് നമുക്ക് വായിക്കാം. അവനിൽ സർവ്വസമ്പൂർണതയും വസിപ്പാനും അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. നിങ്ങൾക്കറിയാമോ പഴയ നിയമത്തിൽ പഴയ നിയമ സമയത്തും നമ്മുടെ സംസ്കൃതിയിലും പലപ്പോഴും ദൈവത്തിന് രക്തത്തിന്റെ ഒരു ബലി അർപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മനുഷ്യൻ എവിടെയോ ചിന്തിച്ചു, ചിലപ്പോൾ അവരെന്തെങ്കിലും ആടുകളുടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും മൃഗത്തിന്റെയോ ബലി അർപ്പിക്കുന്നതിലൂടെ അവർക്ക് ക്ഷമ ലഭിക്കുമെന്ന്. വചനം പറയുന്നു, യേശുക്രിസ്തുവിന്റെ രക്തത്തിലൂടെ, അവന്റെ രക്തത്തിലൂടെ എന്റെയും നിങ്ങളുടെയും വിടുതൽ സംഭവിച്ചിരിക്കുന്നുവെന്ന്. ഇപ്പോൾ നമ്മൾ ആദമിന്റെ സന്തതിയല്ല, ആദമിന്റെ പരമ്പര എന്ന് പറയുന്നത് അത് എന്നിൽ അവസാനിച്ചിരിക്കുന്നു. ഈ ലോകത്തിന്റെ രീതിക്ക് അനുസരിച്ച്, നിയമത്തിനനുസരിച്ചല്ല ഞാൻ ജീവിക്കുന്നത്. ചിലപ്പോൾ ആൾക്കാർ നിങ്ങളെ തെറ്റിക്കാൻ ശ്രമിക്കുമായിരിക്കും, പക്ഷെ നിങ്ങൾ എപ്പോഴും ആ സത്യത്തിൽ നിലനിൽക്കുക. വചനം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉണരുക, നിങ്ങൾ ആരാണെന്നുള്ളതിൽ. മുമ്പേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ടകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്താൽ നിരപ്പിച്ചു. പിതാവ് ഇപ്പോൾ നിങ്ങളെ നിഷ്കളങ്കരും വിശുദ്ധരും കുറ്റമില്ലാത്തവരുമായി കാണുന്നു. നിങ്ങളോട് ആരെങ്കിലും പറയുകയാണ് നിങ്ങൾക്ക് നിഷ്കളങ്കരാവണം, വിശുദ്ധരാവണം എന്ന് പറയുകയാണെങ്കിൽ അത് എന്തെങ്കിലും കൊണ്ട് നമ്മൾക്ക് വാങ്ങാൻ പറ്റുന്ന ഒന്നല്ല, അതൊരു ദാനമാണ്. ഞാൻ ക്രിസ്തുവിലാണ് എങ്കിൽ ഞാൻ അവന്റെ പുത്രനാണ്, ഞാൻ ക്രിസ്തുവിലല്ല എങ്കിൽ ഞാൻ പാപിയാണ്. ഇത് വളരെ ലളിതമാണ്. ഞാൻ ക്രിസ്തുവിലാണെങ്കിൽ ഞാൻ പുത്രനാണ്. ഞാൻ പുത്രനാണ് എങ്കിൽ എൻ്റെ പിതാവിൻ്റെതെല്ലാം ഇപ്പോൾ എൻ്റെതാണ്. എന്തുകൊണ്ടെന്നാൽ ഒരു പ്രാവശ്യം നിങ്ങൾ വിശ്വസിക്കുമ്പോൾ ക്രിസ്തുവിൽ ഉള്ളതെല്ലാം നിങ്ങൾക്ക് ലഭിക്കാനിടയായിത്തീരും. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ രക്തത്തിലൂടെ ജനിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇത് നിങ്ങൾക്ക് ലഭിക്കുന്നത്? അവൻ നിങ്ങളെ അവൻ്റെതാക്കി വെച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അത് ലഭിക്കുന്നത് അതുകൊണ്ട് മാത്രമാണ്. അവൻ നിങ്ങളെ അവൻ്റെതാണ് എന്ന് പറഞ്ഞു. അതൊരു വിശ്രമമാണ്. എല്ലാ വാഗ്ദത്തങ്ങളും നിങ്ങൾക്ക് വേണ്ടി ആമേനായിത്തീരുന്നു. ഇപ്പോൾ എന്തുകൊണ്ട് നിങ്ങളൊരു പുത്രനാണ്, അതൊരു വിശ്രമമാണ്. ആകാശത്തിന് കീഴിൽ സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നും നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്താൽ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ അവന്റെ മുമ്പിൽ നിൽക്കും. ഇപ്പോൾ ക്രിസ്തു നിങ്ങളിലാണ്. ഇപ്പോൾ നിങ്ങൾ നിഷ്കളങ്കരും വിശുദ്ധരും കുറ്റമില്ലാത്തവരുമാണ്. പുതിയ നിയമസഭയിൽ ദുഷ്ടൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? അവൻ നുണയെ ആൾക്കാരുടെ ഇടയിലേക്ക് കൊണ്ടുവരുന്നു, അവരെ ബന്ധനത്തിലാക്കുന്നു, അവരുടെ വിശ്വസിക്കുന്ന രീതി പിന്നെ മാറിപ്പോകുന്നു. നിങ്ങൾക്കറിയാം, ആ സ്ത്രീ വിശ്വസിക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാ രോഗങ്ങളും അവരുടെ ജീവിതത്തിൽ നിന്ന് പോയി. എന്തായിരുന്നു അവരെ ആ വിടുതലിൽ നിന്ന് അവരെ മാറ്റി നിർത്തിക്കൊണ്ടിരുന്നത്? അവർ ആ ആളുകളുടെ ഇടയിലായിരുന്നു. അവരത് പറഞ്ഞുകൊണ്ടിരുന്നു, നമ്മുടെ യേശുവിന്റെ അടുത്തേക്ക് ആ പ്രാർത്ഥന കൊണ്ടുപോകാം, നമുക്ക് നോക്കാം അവൻ നമ്മളെ വിടുവിക്കുമോ ഇല്ലേ എന്ന്. ഇതൊരു നുണയാണ്. എത്രയധികം സത്യം അറിയാൻ തുടങ്ങി, ആ സത്യം അവരെ വിടുവിച്ചു. ഞാൻ അങ്ങനെയുള്ള സഭകളിൽ പോയിട്ടുണ്ട്. അവർ പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും പാപം ചെയ്തുകൊണ്ടാണ് നിങ്ങൾ രോഗിയായിരിക്കുന്നത്, ആ പാപം അംഗീകരിക്കുക, നിങ്ങളിൽ ആ സ്വർഗീയ ആരോഗ്യം പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. എന്തുകൊണ്ടെന്നാൽ രോഗം എന്ന് പറയുന്നത് അതെന്റെ സ്വഭാവത്തിലില്ല. അപ്പോൾ നിങ്ങൾ ജീവൻ കൊടുക്കാൻ തുടങ്ങും. അപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ സന്തോഷിക്കും, നിങ്ങൾ സത്യത്തിന്റെ കൂടെ നിൽക്കുമ്പോൾ. 2 കൊരിന്ത്യർ 5-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതിയതായി തീർന്നിരിക്കുന്നു. ആദമിലൂടെ ഉണ്ടായിരുന്നതെല്ലാം അത് തീർന്നു പോയിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മളിപ്പോൾ ആദമിന്റെ സന്തതിയല്ല, എല്ലാം പുതിയതായി തീർന്നിരിക്കുന്നു.
ഇതെല്ലാം ദൈവത്തിൽ നിന്നുള്ളതാണ്. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു. നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. കുറ്റം പറയുന്ന ശുശ്രൂഷയല്ല, പക്ഷെ ദൈവത്തോട് നിരപ്പിക്കുന്ന ശുശ്രൂഷ അവൻ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. മുന്നോട്ട് വായിക്കാം. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നു കൊള്ളുവീനെന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെയാകുന്നു. ഇത് വളരെ സുന്ദരമാണ്, മനോഹരമാണ്. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. ദൈവം യേശുവിനെ പാപമാക്കി തീർത്തു. എന്തിനു വേണ്ടി? ഞാൻ അവനിൽ വിശുദ്ധൻ, നീതിയാവേണ്ടതിന്, ഞാൻ പുത്രനാവേണ്ടതിന് അവൻ എനിക്ക് വേണ്ടി ക്രൂശിൽ അവൻ പാപമായി തീർന്നു. അവൻ ക്രൂശിൽ പാപമായി തീർന്നു. എന്തിനു വേണ്ടി? ഞാൻ പിതാവാം ദൈവത്തിന്റെ രക്തത്തിലൂടെയുള്ള സന്തതിയാകേണ്ടതിന്. ഇതിലുള്ള ഏറ്റവും വലിയ സത്യം നിങ്ങൾ അറിയേണ്ടത് എന്തെന്നാൽ, ഇപ്പോൾ നിങ്ങൾ അവന്റെ രക്തത്തിന്റെ സന്തതിയാണ്. നിങ്ങൾ ഈ സത്യത്തിൽ വിശ്രമിക്കുമ്പോൾ എന്ത് കാര്യങ്ങൾ നിങ്ങളുടെ ചെവിയിൽ എത്തിക്കോട്ടെ, പക്ഷെ നിങ്ങൾ എപ്പോഴും ഒരു കാര്യം ഓർമ്മയിലിരിക്കുക. നിങ്ങളിപ്പോൾ ദൈവത്തിന്റെ പുത്രനാണ് യേശുവിന്റെ രക്തത്തിലൂടെ. ആ രക്തം നിങ്ങളെ എല്ലാ കാര്യത്തിനും നിങ്ങളെ യോഗ്യരാക്കി തീർക്കും. ഇപ്പൊ നമ്മളൊരു വിശ്രമത്തിന്റെ ജീവിതമാണ് നമ്മൾ ജീവിക്കുന്നത്, അവന്റെ വിശ്വാസ യോഗ്യതയിലൂടെയുള്ളത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി എന്താണ്? അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. പാപത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന അവർ എന്നിൽ വിശ്വസിക്കായ കൊണ്ട് പാപത്തെക്കുറിച്ചും. ഒരു അടിസ്ഥാനം, നല്ല ദൃഢമായിട്ടുള്ള ഒരു അടിസ്ഥാനത്തിന് വേണ്ടി ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു സത്യമാണിത്. ഇവർ നിങ്ങളുടെ പാപത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി നിങ്ങളെ കുറ്റം വിധിക്കുക മാത്രമേ അവർ ചെയ്യുകയുള്ളൂ. ഇപ്പോൾ ഞാൻ ക്രിസ്തുവിലായതുകൊണ്ട് ഞാൻ ദൈവത്തിന്റെ പുത്രനാണ്, സന്തതിയാണ്. 10-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നീതിയെക്കുറിച്ചും. അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ക്രിസ്തുവിനെ കാണുന്നില്ല. പരിശുദ്ധാത്മാവ് എന്താണ് ചെയ്യുന്നത്? എപ്പോഴും നിങ്ങളുടെ പാപത്തെക്കുറിച്ച് നിങ്ങളെ കുറ്റം വിധിക്കുകയല്ല. വചനം പറയുന്നു, നിങ്ങളുടെ ഇന്നും നാളെയും വരാനിരിക്കുന്നതും എല്ലാ പാപങ്ങളും ക്രൂശിൽ യേശു എടുത്തു എന്ന്. അവനിപ്പോൾ അത് ഓർക്കുന്നില്ല. അതുകൊണ്ട് ഓരോ ദിവസവും പരിശുദ്ധാത്മാവ് എന്റെ നീതിയെക്കുറിച്ച് എന്നെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളിലും അതെന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയ, നീ വിശുദ്ധയാണ്, നീ യോഗ്യയാണ്. എല്ലാ കാര്യങ്ങളും ദൈവം നിനക്ക് വേണ്ടി, പിതാവ് നിനക്ക് വേണ്ടി വെച്ചിരിക്കുന്ന എല്ലാം യോഗ്യയാണ്. അതിനുവേണ്ടി നീ യോഗ്യയാണ്. ഇപ്പോൾ നിങ്ങൾ പുത്രന്മാരാണ്. എല്ലാ അവകാശങ്ങളും രക്തത്തിലൂടെയുള്ളത് നിങ്ങൾക്ക് ലഭിക്കും. ഈ ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുന്നതൊക്കെ കൊണ്ട് ന്യായവിധിയെക്കുറിച്ചും തന്നെ. ഇപ്പോൾ നമ്മൾ വചനത്തിൽ നിന്ന് എന്താണ് വായിച്ചത്? അവൻ സാത്താനെ തോൽപ്പിച്ച് അവനെ പരസ്യമായ കാഴ്ചയാക്കി. ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഹൃദയത്തിൽ വന്ന് നിങ്ങളെ കുറ്റം വിധിക്കാൻ വരുന്നത് അത് നിങ്ങളുടെ പിതാവിലൂടെയുള്ളതല്ല, അത് സാത്താനിൽ നിന്നുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ അവന്റെ സ്വഭാവം അവനെ കുറ്റം പറയുന്ന ആത്മാവെന്ന് അവനെ പറഞ്ഞിരിക്കുന്നു. അവൻ എപ്പോഴും നമ്മുടെ കുറവുകളെ നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും. പക്ഷെ പരിശുദ്ധാത്മാവ് എപ്പോഴും നിങ്ങളെ ഓർമ്മപ്പെടുത്തും, നിങ്ങൾ ക്രിസ്തുവിൽ അവന്റെ നീതിയാണ് എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തും. 12-ാം വാക്യം, ഇനിയും വളരെ നിങ്ങളോട് പറവാനുണ്ട്, എന്നാൽ നിങ്ങൾക്ക് അത് ഇപ്പോൾ വഹിപ്പാൻ കഴിവില്ല. യേശു ഒരുപാട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിച്ചു, പക്ഷെ പറയുകയാണ് ഇപ്പോൾ നിങ്ങൾക്കത് വഹിപ്പാൻ കഴിവുള്ളതല്ല എന്ന്. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. അവൻ എന്നെ മഹത്വപ്പെടുത്തും. നിങ്ങളെ കുറ്റം വിധിച്ചുകൊണ്ട് അങ്ങനെയാണോ? അല്ല. എന്തുകൊണ്ടെന്നാൽ അവൻ എന്നിൽ നിന്ന് പ്രാപിച്ച് നിങ്ങളോട് പറയും. ഇപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയ, എപ്പോൾ വേണമെങ്കിലും നീ ബൈബിൾ വായിക്കുമ്പോൾ നീ വായിക്കുന്നത് എന്റെ അവകാശങ്ങളാണ്, അതിപ്പോൾ നിന്റെയും അവകാശങ്ങളാണ്. ഞാൻ വിശുദ്ധനാണെങ്കിൽ നിങ്ങളും വിശുദ്ധരാണ്. ഞാൻ എന്ത് കൈവച്ചാലും അത് അനുഗ്രഹിക്കപ്പെടും. എന്തുകൊണ്ടെന്നാൽ നീ കൈവെക്കുന്നതിലെല്ലാം നീയും അനുഗ്രഹിക്കപ്പെടും. അവൻ എനിക്കുള്ളതിൽ നിന്നെടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. പിതാവിനുള്ളതൊക്കെയും എനിക്കുള്ളത്, അതുകൊണ്ടത്രേ അവൻ എനിക്കുള്ളതിൽ നിന്നെടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുമെന്ന് ഞാൻ പറഞ്ഞത്. ഇതാണ് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. എഫേസ്യർ 5:8. നമ്മൾ ചെയ്യാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്?
നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവിൻ. സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികളാകരുത്. അവയെ ശാസിക്കത്രേ വേണ്ടത്. അവർ ഗൂഢമായി ചെയ്യുന്നത് പറവാൻ പോലും ലജ്ജയാകുന്നു. അവയെ ശാസിക്കുമ്പോഴോ സകലത്തെയും കുറിച്ച് വെളിച്ചത്താൽ ബോധം വരും. ബോധം വരുന്നതെല്ലാം വെളിച്ചം പോലെ തെളിവല്ലോ. അതുകൊണ്ട് ഇത് ശ്രദ്ധിക്കുക. ഉറങ്ങുന്നവനെ, ഉണർന്ന മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കുമെന്ന് ചൊല്ലുന്നു. ജ്ഞാനത്തോടെ നടക്കുക. 15-ാം വാക്യം. ആകയാൽ സൂക്ഷ്മത്തോടെ, അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവീൻ. ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവിൻ. ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ. വീഞ്ഞു കുടിച്ചു മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുവിൻ. എഫേസ്യർ 1-ാം അധ്യായം അതിന്റെ 18-ാം വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു. എത്രയധികം നിങ്ങളുടെ ഹൃദയത്തിന്റെ കണ്ണ് തുറന്നു വരുന്നോ, നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന അവകാശത്തിൽ നിങ്ങൾ ഓഹരിക്കാരാകും. അകത്തെ മനുഷ്യന്റെ വിടുതലിനും രോഗസൗഖ്യത്തിനും വേണ്ടി പുറത്ത് സഭകളിൽ പോകുന്നവർ, നിങ്ങൾ മരിച്ചുവെങ്കിൽ ഒരിക്കലും ദൈവം അങ്ങനെയുള്ള വ്യക്തിയിൽ പ്രവർത്തിക്കുന്നില്ല. മരിച്ച ഒരു വ്യക്തിയിൽ നിങ്ങൾ വീണ്ടും ജന്മം പ്രാപിച്ചിരിക്കുന്നതിനാൽ എല്ലാം നിങ്ങളുടെ പഴയതെല്ലാം, നിങ്ങളുടെ പഴയ മനുഷ്യനെ കുറിച്ചുള്ളതെല്ലാം അത് മരിച്ചിരിക്കുന്നു, അത് തീർന്നിരിക്കുന്നു. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ പഴയ മനുഷ്യനെ പ്രവർത്തിക്കുന്നില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉണർത്തുകയാണ് നിങ്ങളുടെ വീണ്ടും ജന്മം പ്രാപിച്ച പുതിയ മനുഷ്യനെ കുറിച്ച്. അതുകൊണ്ട് അവർ അവിടെ എന്ത് ചെയ്താലും അവർ ലോകത്തെ മനുഷ്യരെ അവരുടെ പാപത്തെക്കുറിച്ചുള്ള കുറ്റം വരുത്തുന്നു, അവരുടെ ഹൃദയത്തിൽ പാപബോധം ഇടുന്നു. അത് വചനത്തിലുള്ളതല്ല. നിങ്ങളുടെ എല്ലാ പാപങ്ങളും ഇന്നത്തെയും നാളത്തെയും വരുവാനുള്ളതും ക്ഷമിച്ചിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ആദമിന്റെ സന്തതിയല്ല. പിന്നെ എന്തടിസ്ഥാനമാണ് അവരുടെ സിദ്ധാന്തത്തിന്റെ? നിങ്ങളുടെ പഴയ പിതാക്കന്മാരുടെ, നിങ്ങളുടെ പൂർവന്മാരുടെ പാപങ്ങളെ ഓർമ്മപ്പെടുത്തി അത് ക്ഷമിക്കുവാൻ വേണ്ടി, അതിനുവേണ്ടി ക്ഷമ ചോദിക്കേണ്ടണമെന്ന് പറയുന്നതിൽ വചനത്തിന് അടിസ്ഥാനപ്പെട്ടതല്ല. ഇത് വചനത്തിലുള്ളതല്ല എങ്കിൽ നന്മതിന്മകളെ കുറിച്ചുള്ള ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം നമ്മളെ മരണത്തിലേക്ക് മാത്രമേ നമ്മളെ കൊണ്ടുപോവുകയുള്ളൂ. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇത് നമ്മൾ അറിയുന്നതാണ്. നമ്മളിപ്പോൾ ദൈവത്തിന്റെ സന്തതിയാണ്, പിതാവിന്റെ സന്താനമാണ് എന്നറിയുന്നതിലാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എവിടെയാണ് വിടുതൽ ഇപ്പോൾ നടക്കുന്നത്? നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ. ഇനിയിപ്പോൾ ആരെങ്കിലും നിങ്ങളുടെ മേൽ കൈവച്ച് നിങ്ങളുടെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഒരാവശ്യവുമില്ല. നിങ്ങൾ എത്രയധികം വചനത്തിൽ വിശ്വസിക്കാൻ തുടങ്ങുന്നു, എത്രയധികം പിതാവ് നിങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന സാക്ഷ്യത്തിൽ നിങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങുന്നു, ആ സത്യത്തിൽ നിങ്ങൾ വിശ്രമിക്കാൻ തുടങ്ങുമ്പോൾ, നിങ്ങൾക്കത് പഠിക്കാൻ തുടങ്ങുമ്പോൾ എല്ലാ വാഗ്ദത്തങ്ങളും നിങ്ങളെക്കുറിച്ചുള്ളത് അത് നിങ്ങളുടെ ജീവിതത്തിൽ ആമേനിൽ പൂർത്തിയാവും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ആ ദോഷം നിരൂപിക്കുന്ന ഹൃദയത്തിൽ നിന്ന് നിങ്ങളെ വിടുവിച്ച് നിങ്ങൾക്ക് നീതിബോധം നിങ്ങളുടെ ഉള്ളിൽ തരും. നിങ്ങൾ എത്രയധികം ആ നീതിയെക്കുറിച്ചുള്ള ബോധത്തിൽ നിങ്ങൾ എത്രയധികം ഉണരുന്നോ, നിങ്ങളുടെ ജീവിതത്തിലുള്ള എത്ര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ വന്നാലും എല്ലാ അനുഭവങ്ങളും മാറുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ഇപ്പോൾ ഈ വചനം കേൾക്കുന്നതിലൂടെ നിങ്ങളുടെ അനുഭവങ്ങൾ മാറും. എല്ലാം വചനത്തിനനുസരിച്ച് നിങ്ങളുടെ അനുഭവങ്ങൾ മാറുവാനിടയായി തീരും. ഒരു കാര്യം മാത്രമേ നിങ്ങൾക്ക് ചെയ്യാനുള്ളൂ, അവന്റെ പുത്രനിൽ വിശ്വസിക്കുക. ഇപ്പോൾ എൻ്റെ ജീവൻ എന്ന് പറയുന്നത് അവന്റെ വിശ്വാസ യോഗ്യതയിലൂടെയാണ് ചലിക്കുന്നത്. ഇപ്പോൾ എല്ലാ ദോഷം നിരൂപിക്കുന്ന, കുറ്റം പറയുന്ന ആത്മാക്കളെയും നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അതിനെ നമ്മൾ അകറ്റി കളയുക. എന്തുകൊണ്ടെന്നാൽ എല്ലാ കാര്യങ്ങളും ക്രൂശിൽ പൂർത്തീകരിച്ചിരിക്കുന്നു. ഇപ്പോൾ എന്തെങ്കിലും എനിക്കും നിങ്ങൾക്കും ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാം ക്രിസ്തു ക്രൂശിൽ ചെയ്തു കഴിഞ്ഞു. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നത് ക്രിസ്തു എന്നിൽ ഇരുന്നു കൊണ്ട് അത് പൂർത്തീകരിക്കുകയാണ്. ഇന്നത്തെ മെസ്സേജ് ഇവിടെ നമ്മൾക്ക് അവസാനിപ്പിക്കാം. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച്, കേൾക്കുന്നവരെല്ലാവരും ഒരുമിച്ച് നമുക്ക് ദൈവത്തിന് നന്ദി അർപ്പിക്കാം. ഇന്നത്തെ വചനത്തിന് വേണ്ടി നിങ്ങൾ എന്നോട് കൂടെ അംഗീകരിച്ച് ഈ പ്രാർത്ഥന പറയാവുന്നതാണ്. പിതാവേ, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞാൻ അങ്ങയുടെ രാജ്യത്തിൽ അങ്ങയുടെ പുത്രനാണ്. യേശു അങ്ങന്റെ മഹാപുരോഹിതനാണ്. എല്ലാ ആത്മീയ ഉന്നതിയും ആളുകളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത് ഈ വചനം കേൾക്കുന്നതിലൂടെ. അതിന്റെ നന്ദിയോടെയുള്ള സ്തോത്രാർപ്പണം ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. The work is finished, that they are sealed, Father.
in your blood. We are sons of your blood, Father. And everything, all the promises are yes and amen in our life, even as we rest. Father, I thank you that nothing needs to be fought. It's already fought. It's all under our feet. And even as we're being more still and resting in your love for us, all things are coming together for us, Father. All the promises are becoming yes and amen. I thank you for the rest that we have. I thank you, Father, that every lie, Holy Spirit, that any of the sons is believing in any area, Holy Spirit, that you will uproot it and replace it with your truth of righteousness. I thank you for that. In Jesus' name.